എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായൊരു കാര്യമാണ് നമ്മുടെ ശാസ്ത്രീയ മനോഭാവവും സ്വതന്ത്ര ചിന്തയുമൊക്കെയുള്ള കുറച്ച് പേരുമായിട്ട് സമയം ചെലവഴിക്കാൻ വളരെ അപൂർവമായിട്ടാണ് നമുക്കൊക്കെ അങ്ങനെയുള്ളൊരു സമയം ഉണ്ടാകുന്നത്. യുക്തിവാദ പഠന കേന്ദ്രം ഒരുപാട് വേദികൾ ഇതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പറവൂരിൽ തന്നെ നമ്മൾ പല പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എറണാകുളം കേന്ദ്രമാക്കിയൊക്കെ എത്രയോ പരിപാടികൾ. പലപ്പോഴുമൊക്കെ മാത്രമാണ് നമുക്കിങ്ങനെ ഈ നമ്മളുടെ ചിന്താഗതി ഉള്ള ആളുകളുമായിട്ടൊക്കെ ഒന്നിച്ച് ചേരുവാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ യാതൊരു ഔപചാരികതയില്ലാതെയാണ് നമ്മൾ മിക്കവാറും വിഷയങ്ങളൊക്കെ എടുക്കാറുള്ളത്. കാരണം സ്വതന്ത്ര ചിന്തയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഏതൊരു കാര്യവും തുറന്ന മനസ്സോടെ പറയാനുള്ള ഒരു പ്രത്യേക ഒരു മനോഭാവത്തോടും കൂടി മാത്രമാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് യുവാക്കളായ 2-3 പേരാണ്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, ഒരിക്കലും യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യം പറയുക. ഏതൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിലും സ്വതന്ത്ര ചിന്തയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മളൊരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച് അതേക്കുറിച്ച് കൂടുതൽ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ചെയ്യുന്ന ഔപചാരികളില്ലാതെ യാതൊരു ഔപചാരികതയില്ലാതെ സ്വതന്ത്രമായിട്ട് സംസാരിക്കുക. അപ്പം നമുക്ക് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നും എത്രയോ നാളുകളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ടോ എന്നൊക്കെ പലപ്പോഴും തോന്നും. പക്ഷെ ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്തതും എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുമായി വരുന്ന സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരുപക്ഷെ 50-60 കൊല്ലത്തിന് മുൻപ് നമ്മളുടെ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ ശാസ്ത്ര പ്രചാരകരൊക്കെ അന്ന് പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ അതിനേക്കാൾ തീവ്രമായി ഇന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജോലി കൂടുതൽ ഏറ്റെടുത്ത് ശക്തമായിട്ട് വീണ്ടും മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ച് സമയം 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. എൻ്റെ പേര് ഷിബു എന്നാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് എറണാകുളത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ തെക്ക് വശമായിട്ടുള്ള എരമല്ലൂരാണ് സ്വദേശം. യുക്തിവാദ പഠന കേന്ദ്രമായിട്ട് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ബന്ധമുണ്ട്. ഒരു ടേമിൽ ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു. പിന്നെ സമയപരിമിതി കൊണ്ടൊക്കെ പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് പല പ്രോഗ്രാമുകളിലും വരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടിലധികമായിട്ട് സ്വതന്ത്ര ചിന്തയും ശാസ്ത്ര പ്രചാരണവുമൊക്കെ ആയിട്ടുള്ള വേദികളിൽ സജീവമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജോർജുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വിശ്വാസ രോഗങ്ങൾ. അപ്പോൾ പലപ്പോഴും പറയും വിശ്വാസം എന്ന് പറയുന്നത് രോഗമാണോ എന്ന് നമ്മളോട് തന്നെ പലരും ചോദിക്കുക. വിശ്വാസം അതൊരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ, അതിനെ എന്താണ് നിങ്ങളൊരു രോഗമായിട്ട് കാണുന്നത്, അതൊരു ന്യൂനതയല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയും. പക്ഷേ വിശ്വാസം ഒരു രോഗം തന്നെയാണ്. അതിന് കൃത്യമായ തെളിവ് നമുക്കുണ്ട്. വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് നമ്മളതിന് വിശ്വാസ രോഗങ്ങളെന്ന് പറയുന്നത്. ആ വിശ്വാസ രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് ഏത് രീതിയിലുള്ളതാണ്, ആ വിശ്വാസ രോഗങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, അതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാം. പലപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഈ സ്വതന്ത്ര ചിന്തയും യുക്തിവാദവും നിരീശ്വരത്വവും ഒക്കെ പറയുന്ന വേദികളൊക്കെ മധ്യവയസ്കരുടെയും അതിനു മുകളിലുള്ളവരുടേതുമാണ്. ചെറുപ്പക്കാർ വരാത്ത, പുതുതലമുറയെ ആകർഷിക്കാൻ കഴിയാത്ത ഒരു ആശയമാണ് എന്ന ഒരു നമ്മൾ സിംഹവാലൻ കുരങ്ങന്മാർ എന്നൊക്കെ വിളിപ്പേര് പോലും കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ട് അതിനൊക്കെ കുറേ മാറ്റമുണ്ടായി. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയും അതുപോലെ തന്നെ കുറേ അധികം പേര് ഈ രംഗത്ത് വളരെ സജീവമായി വരികയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായിട്ട് യുവാക്കൾ ഒരുപാട് നമ്മുടെ വേദികളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് ഒരുപാട് പ്രോഗ്രാംസൊക്കെ, എസെൻസ് അതുപോലെ തന്നെ പഠന കേന്ദ്രത്തിൽ തന്നെയുള്ള യുവാക്കളൊക്കെ ഒരുപാട് പേര് വരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വിഷയങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ യുവതലമുറ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, പലപ്പോഴും ഇതിനോടുള്ള ഒരു നിർവികാരതയുണ്ട്. അതൊരു വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മളെന്തിനാണ് അതിനോട് ശ്രദ്ധിക്കുന്നത്, അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ലല്ലോ എന്ന ഒരു നിർവികാരമായി അതിനോട് വളരെ അകൽച്ച പാലിക്കുന്ന ഒരു രീതി യുവാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ആവിർഭാവത്തോടെ യുവാക്കളൊക്കെ ഇതിനോട്, കുട്ടികൾ ഒരു 15-16 വയസ്സ് മുതലുള്ള +2 മുതലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എഴുതുകയും സജീവമായിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോടൊക്കെ തന്നെ ചിലത് ചോദിക്കാം. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട
ആ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്നെക്കുറിച്ച് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തി. ഓരോരുത്തരും നിങ്ങളിൽ അറിയുന്നതായിരിക്കാം, എങ്കിലും ഒരു 2 വാക്കിൽ സ്വയം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക ഓഡിയൻസ്. എൻ്റെ പേര് എവിൻ എന്നാണ്. വീട് മൂത്തുകുന്നം ലേബർ ജംഗ്ഷൻ. ഞാനിപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു അങ്കമാലി നിലയത്തിൽ. ഞാൻ ബിടെക്കാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം കുറച്ച് നാൾ അതിനോടനുബന്ധിച്ച് ജോലിക്ക് പോയി. പിന്നീട് ടെസ്റ്റ് എഴുതി ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് ജോലി തുടരുന്നു. നമസ്കാരം, എൻ്റെ പേര് നവീൻ. എൻ്റെ വീട് ഏഴിക്കരയാണ്. ഇവിടെ അടുത്ത് പറവൂരുള്ള ഏഴിക്കര പഞ്ചായത്തിലാണ്. ഞാൻ BEd കഴിഞ്ഞ് നെറ്റ് കിട്ടി. ഇപ്പോൾ JRF വേണ്ടിയുള്ളൊരു കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UC കോളേജിലായിരുന്നു എൻ്റെ MA, മലയാളത്തിലായിരുന്നു. BEd ഇവിടെ അടുത്തൊരു കോളേജിലായിരുന്നു. ഞാൻ ഒരു വളരെ യാഥാസ്ഥിതികനായ ഒരു മതവിശ്വാസിയായിരുന്നു എൻ്റെ ഡിഗ്രി കാലം വരെ. ഡിഗ്രി ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം പകുതി വരെ. പതിയെ വന്നൊരു പ്രോസസ്സാണ് മതത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു ത്വര അല്ലെങ്കിൽ ചിന്ത, മാറ്റം എന്നിലുണ്ടായത്. സാർ പറഞ്ഞ പോലെ ഈ സംഘടനകളുടെയൊക്കെ ഒരു ശ്രമങ്ങളും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ആനുകാലികങ്ങൾ വഴിയുള്ള വായനകൾ ഒക്കെയാണ് ഇതിന് സഹായിച്ചത്. കൂടുതൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. എൻ്റെ പേര് ആരോമൽ. ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ചുമ്മാ അടക്കാണ്. ചെറുതായിട്ട് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ BSc ഫിസിക്സാണ് പഠിച്ചത്. ഞാൻ +2 ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയിലോട്ട് വന്നപ്പോൾ വായിക്കണ സ്വഭാവം തീരില്ലായിരുന്നു. മറ്റുള്ള മനുഷ്യരോടുള്ള സംസാരിച്ച് നമ്മൾ പലപ്പോഴും തോറ്റുപോകല്ല. അപ്പോഴാണ് അങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് ഞാൻ കൂടുതലും പഠിച്ചേക്കണത്. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ എനിക്ക് സ്വയം അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊരു മതവിശ്വാസി അല്ല, അത് ഒരു ചർച്ചകളിലൂടെ മാറി ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴേക്ക് മാറിയതാണ്. പിന്നെ കൂടുതൽ സംസാരിക്കാം. ഓക്കെ, നമുക്ക് വളരെ സ്വാഭാവികമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചില കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ അങ്ങോട്ട് എനിക്കല്ല കൂടുതൽ പറയാനുള്ളത്, നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ നവീണിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളിതിനെ രോഗമെന്ന് വിളിക്കും. വിശ്വാസം ഒരു രോഗമാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഒരു രോഗമായിട്ട് കാണുന്നത്? ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന രോഗമാണ് എന്ന് ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം തുറന്നു പറയണം. ഇതിൻ്റെ രോഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയാണ്. അപ്പോൾ മനുഷ്യന് ജീവിക്കുന്നതിന് വിഘാതമാകുന്ന, ജീവിതത്തിന് തടസ്സമാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് രോഗം. അപ്പോൾ ഈ മതവിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആത്മീയ വിശ്വാസം എന്ന് പറയുന്നത് രോഗമാണ് എന്ന് ഞങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു യുവതലമുറ നിങ്ങളതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ വിശ്വാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രോഗമെന്ന് പറയുന്നതിനെ നമ്മൾ ചികിത്സിച്ച് മാറ്റും. അതിൽ നിന്ന് നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് കാണേണ്ടതുണ്ടോ, അതിനെ അതിജീവിക്കേണ്ടതാണ്, പ്രതിരോധിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം ഒരു യുവതലമുറയുടെ പ്രതിനിധി എന്ന രീതിയിൽ എങ്ങനെയാണ് നവീന് തോന്നുന്നത്? വിശ്വാസം ഒരു രോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല, സത്യസന്ധമായി പറഞ്ഞാൽ. അതായത് വിശ്വാസം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ, വളരെ പ്രാകൃതമായിട്ടുള്ള മസ്തിഷ്കത്തിൽ ഉള്ളൊരു അടിസ്ഥാന ചോദനയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കാനോ, ഒരു കഥയിൽ വിശ്വസിക്കാനോ, നമുക്കറിയാത്തൊരു കാര്യത്തിൽ വിശ്വാസപൂർവമായൊരു സമീപനം എടുക്കാനോ ഉള്ളൊരു ത്വര, അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതൊരു രോഗമായിട്ട് ഞാൻ കാണുന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു മറുപടി. പക്ഷേ ഈ കാലഘട്ടത്തിന് അത് ആവശ്യമില്ല, ആ ത്വര. അതിനെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഈ രോഗമാണെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് അതൊരു ഇൻസൾട്ടായിട്ട് മാറേ, അത് നമ്മളെ വേറൊരു കൾട്ടായിട്ട് കാണേം, പൊതുസമൂഹത്തിൽ നിന്ന് നമ്മളെ ഒരു സെക്ടർ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പാണ് ഒരു തീവ്രവാദികളാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് പൊതുസമൂഹം നമ്മളെ വിലയിരുത്തും. അത് ഒട്ടും ഗുണപരമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പുറത്തോട്ട് ഒഴുകാനാണ് ശ്രമിക്കേണ്ടത്. അതായത് നമ്മളെല്ലാ മനുഷ്യരെ ഉൾക്കൊണ്ട്, ഇത് വിശ്വാസം എന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അത് മനുഷ്യൻ്റെ പുരോഗതിയിൽ ഒരു കാലഘട്ടത്തിൽ ചില ഗുണപരമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ശാസ്ത്രത്തിൻ്റെ യുഗത്തിൽ നമുക്കതൊട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. വിശ്വാസം എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ കാലഘട്ടത്തിൽ
ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതിനെതിരെ നമ്മൾ അവിശ്വസിക്കാനുള്ള ചോദനക്കെതിരെ തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മളുടെ ചിന്തകളാണ്, അതിന് അന്വേഷണാത്മകമായിട്ടുള്ള ഒരു കഴിവാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ വളർത്തിയെടുക്കേണ്ടത് എന്ന സന്ദേശമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതായത് ഇപ്പോൾ നവീൻ പറയുന്നത് നോക്കുമ്പോൾ ശരി തന്നെയാണ്. അതിനകത്തൊരു ശരിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ രോഗങ്ങൾ 2 തരമുണ്ട്. ജനിതകവും ഉണ്ട്, നമുക്കിവിടുന്ന് പകർന്നു കിട്ടുന്നതുണ്ട്. അപ്പോൾ നവീൻ ഇപ്പോൾ പറഞ്ഞ കൃത്യമായ പോയിൻ്റ്, ജനിതക രോഗം പോലെയാണിത് വിശ്വാസം എന്ന് പറയുന്നത്. ഞങ്ങളതിനെ രോഗമെന്ന് വിളിക്കുന്നത് ആ രീതിയിൽ തന്നെ. അപ്പോൾ ഒരിക്കലും സമൂഹം എന്ത് വിചാരിക്കും എന്നല്ല അതിൽ പറയേണ്ടത്. ജനിതക രോഗം നമ്മുടെ കുഴപ്പമില്ല. ഉദാഹരണമായിട്ട് പ്രമേഹം എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ്, ആസ്മ എന്ന് പറയുന്ന ജനിതക രോഗമാണ്, ക്യാൻസറുകളെല്ലാം ജനിതകമായിട്ടുള്ളതാണ്, ഓട്ടിസം ജനിതകമാണ്. അപ്പോൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചോയ്സ് ഇല്ലാതെ നമ്മൾ ആ രോഗം പേറിക്കൊണ്ട് ജന്മം എടുക്കുക ചെയ്യുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ നവീൻ പറയുന്നതിൻ്റെ അകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഈ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇടിമിന്നലിനെയും പ്രളയത്തെയും വന്യമൃഗങ്ങളെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മല ഇടിഞ്ഞു വീഴുമ്പോഴും ഒക്കെ ആദ്യ മനുഷ്യൻ എങ്ങനെയാണോ അവനെ ഭയപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അതിനെ ഭയപ്പെട്ട് ആ ഭയത്തിൽ നിന്നുണ്ടായ ഒരു വിശ്വാസമാണ് ആ ഡിഫോൾട്ട് സെറ്റിങ്. അപ്പോൾ അതിനുള്ള ഒരു ജനിതക രോഗത്തിൻ്റെ ഒരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ പ്രശ്നം അതല്ല. നമ്മൾ ഇന്ന് ഈ കാണുന്ന വിശ്വാസങ്ങളിൽ ഒട്ടുമിക്കതും ജനിച്ചു കഴിഞ്ഞ് അച്ഛനമ്മമാരിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മൾ അറിയാതെ നമ്മളുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. എങ്ങനെയാണോ ഒരു പകർച്ചവ്യാധി, ഇപ്പോൾ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ രോഗം പരത്തുമ്പോൾ നമ്മളതിൽ പെട്ടുപോവുകയാണ്. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്കിവിടെ പ്രതിരോധ മാർഗങ്ങളുണ്ട്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗമുക്തി നേടാനുള്ള മരുന്നുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ 90-95% ഇവിടെ വന്നു കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്ന, ബാക്കി നവീൻ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവരുടെ ഡിഫോൾട്ടാണ്, ആ ഭയത്തിൽ നിന്നുണ്ട്. ആ രീതിയിൽ അത് ശരിയാണ്. പക്ഷെ നമ്മളന്നേരം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, രോഗമെന്ന് പറഞ്ഞാൽ ആ ടെർമിനോളജി സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച കാര്യം, വിശ്വാസം നിലനിൽക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ മസ്തിഷ്കത്തിലുണ്ട്, ബ്രെയിനിലുണ്ട്. സാർ പറഞ്ഞ കാര്യം, ഭൂരിഭാഗം വിശ്വാസങ്ങളും, പ്രത്യേകിച്ച് മതങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, മതപുസ്തകങ്ങളെ പറ്റിയുള്ള വിശ്വാസങ്ങളെല്ലാം ജനിച്ചതിന് ശേഷം വളരെ ചെറുപ്പം തൊട്ടേ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ചോറൂണ് തൊട്ട് തുടങ്ങും. ചോറൂണ് ഹിന്ദുക്കൾക്കാണെങ്കിൽ ചോറൂണ്, അല്ലെങ്കിൽ ഇരുത്ത് നാവിലെഴുതുന്ന പരിപാടി, മുസ്ലിംസിനാണെങ്കിൽ സുന്നത്ത് കല്യാണം, ക്രിസ്ത്യൻസിനാണെങ്കിൽ വെള്ളം ഒഴിക്കണ മാമോദീസ പരിപാടികൾ, അത് തൊട്ട് തുടങ്ങി അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ. അങ്ങനെയുള്ള ചടങ്ങുകൾ, മതധ്യാപനങ്ങൾക്കുപരിയായിട്ട് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ പാഠപുസ്തകങ്ങളിൽ വഴിയുള്ള മതവിദ്യാഭ്യാസം, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം വഴിയാണ് നമ്മളുടെ ഈ വിശ്വാസം എന്നുള്ളത് ഇത്ര ഗുരുതരമായിട്ടൊരു സാമൂഹിക പ്രശ്നമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. അത് സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു ജീവിതശൈലി രോഗമാണ്. അത് നമുക്ക് കാര്യമായിട്ട് തന്നെ ചെറുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളും തുറന്ന സംവാദങ്ങളുമായിട്ട് ഒരു പരിധിവരെ നമുക്ക് ചെറുക്കാൻ കഴിയുമായിരിക്കും ഭാവിയിൽ. പിന്നെ എവിനിലേക്ക് വന്നാൽ, ഇപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന 3 തലങ്ങളിൽ നിന്നാണ് ഈ വിശ്വാസം പകരുന്നത്. ജനിതകം എന്നുള്ള അവിടെ മാറ്റിവെക്കാം. അതായത് നമ്മളീ പറഞ്ഞ ഡിഫോൾട്ട് സെറ്റിങ്ങിലുള്ള വിശ്വാസം അവിടെ നിൽക്കട്ടെ. ഈ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒരു ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ വീട്, വിദ്യാഭ്യാസ സ്ഥാപനം, സമൂഹം. ഇപ്പോൾ വീട്ടിൽ ഉള്ള കാര്യം ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ രക്ഷകർത്താക്കൾ പല ജീവിത സാഹചര്യത്തിലുള്ളവരുണ്ട്, പല വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവരുണ്ട്, പല ചിന്താ രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ മദ്രസ പോലെയുള്ള അല്ലെങ്കിൽ വേദപഠന ക്ലാസ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള മതപരമായ ബോധനം അത് 5 വയസ്സിന് മുൻപേ തുടങ്ങുന്നതാണ്. അവിടെ കുട്ടിക്ക് യാതൊരു ചോയ്സും ഇല്ല. കാരണം അവിടെ അവനെ എതിർക്കാനോ ഒന്നുമില്ല, നിർബന്ധമായിട്ടും അതിന് പിന്തുടർന്ന് പോരുക ചെയ്യേണ്ടത്. പക്ഷേ ആ പഠന സാഹചര്യമൊക്കെ കഴിഞ്ഞ് ഒരു +2 ലെവലിലൊക്കെ ആയിരുന്ന ഒരു കുട്ടി, വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് പിന്നെ വരാം, ആ ഒരു ഭാഗത്ത് 15 വയസ്സ് 18 വയസ്സൊക്കെ ആകുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്നുള്ള
അതായത് ഈ പറഞ്ഞ മതബോധനത്തിനോടൊപ്പം തന്നെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ നിർബന്ധവും അതിന് മതപരമായ ബോധനമൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമുണ്ട്. ഒരു പക്ഷേ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു മതവിശ്വാസ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെയായിരിക്കും എവിൻ കാണുന്നത്? എന്തായിരിക്കും ആ കുട്ടിയുടെ ഒരു പ്രതിരോധിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായത? അതിനെ എന്താണ് ഇരിക്കുന്നതെന്ന് പറയാമോ? എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ പ്രതിരോധിച്ചിട്ടൊന്നുമില്ല. അതായത് മതം വേണ്ടാന്നുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ മതം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരാളെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ കല്യാണം കഴിച്ചത് മതപരമായിട്ടാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ മതപരമല്ലാത്ത രീതിയിൽ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ആ പെൺകുട്ടീനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ്, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, പള്ളിയിൽ പോകാത്ത ഒരാളാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അതൊന്നൊരു വിഷയമല്ല. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞു, കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണം, അതായത് ആ ഒരു രീതി ചടങ്ങുകളായിട്ട് നടത്തണം. കാരണം ആ കുട്ടി വളർന്നു വന്നത് ദൈവവിശ്വാസത്തോടാണ്, ഇപ്പോഴും ദൈവവിശ്വാസിയാണ്. പക്ഷേ എൻ്റെ വേറൊരു കാര്യത്തിലും ഇപ്പോഴും എതിരായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ പള്ളിയിൽ പോകാത്തതിനോ പ്രാർത്ഥനയ്ക്ക് കൂടാത്തതിനോ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴും ഈ ഒരു പീഡനം സംഭവിച്ചതായിട്ട്, അതായത് എൻ്റെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഒരു പീഡനമായിട്ടുള്ള രീതിയിലൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഒരു സെമിറ്റിക് മതത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ, പൊതുവേ സെമിറ്റിക് മതങ്ങൾ വളരെ അപകടം പിടിച്ച മതങ്ങളാണ്. അതായത് ജൂയിഷ്, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾ എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ട് ഓർത്തഡോക്സായിട്ട് വിശ്വസിക്കുന്ന മതമാണ്. ഈ ഹിന്ദുത്വം പോലെയല്ല. അവിടെ ദൈവികത എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവിത്രമായിട്ടും, നിങ്ങൾക്കറിയാം, ആരോപിത മൂല്യങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ഒരു മതമാണ്. അപ്പോൾ ഈ മതത്തിൽ പൊതുവെ അതിൽ നിന്നും മാറി നടന്നു കഴിഞ്ഞാൽ പൊതുവെ വീട്ടുകാരിൽ നിന്നും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പൊതുവെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതാണ്. പക്ഷേ എനിക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ പ്രത്യക്ഷം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് നിന്ന് കൊണ്ടായിരിക്കാം, അവരെ സഹകരിച്ച് പോകുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നിലയിൽ വന്നിട്ടില്ല. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇവൻ പറയുന്നത്, നമ്മൾ മനസ്സിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോലും വിശ്വാസമുള്ള കുടുംബത്തിൽ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് പോകുന്നു എന്ന് തന്നെ. അതായത് അവരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രഷറില്ല. ഇല്ല. ആ ഒരു രീതിയാണ്. അപ്പോൾ അതായിരിക്കില്ല ഒരു പക്ഷേ മറ്റൊരു കുടുംബത്തിൽ. ശരിയാണ്, മറ്റൊരു കുടുംബത്തിൽ അങ്ങനെ ഇരിക്കണം അങ്ങനെ ആയിരിക്കണം. പിന്നെ വേറൊരു ഇതുണ്ട്, ഞാനിപ്പോൾ ഒരു പുരുഷനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും. സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞാൽ. എന്നാലും അവർക്ക് ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ വേറൊരു വഴി പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറേ സാഹചര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതിനെപ്പറ്റി. ഇപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഫാദറും അമ്മയൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതായത് ഈ ദൈവികതയും മതവിശ്വാസം കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട്. അവർ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ തമ്മിൽ വേറെ വിഷയങ്ങൾ കാര്യങ്ങളോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. ഇപ്പോൾ ബന്ധുക്കളായാൽ പോലും ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ മനസ്സിലാക്കിയിടുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ആരോമിലേക്ക് വരാം. എവിൻ പറയുന്നത്, ഇപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അവരുടെ വിശ്വാസം നിലനിർത്താൻ അവർക്കതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിക്കേണ്ടതില്ല. അതിനോട് നമ്മൾ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാത്തവന് നമ്മളുടെ വിശ്വാസമില്ലായ്മയോട് അവരും ഒരുവിധം പൊരുത്തപ്പെടുന്നു. അതല്ലേ അവസ്ഥ? ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നുള്ളൂ. വിശ്വാസമില്ലാതെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെയും അതിനോട് പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലേ? അത് തന്നെ ഒരു വലിയൊരു മാറ്റമായിട്ട് തോന്നുന്നുണ്ട്, ഇല്ലേ? കാരണം അടിച്ചേൽപ്പിക്കലില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കലില്ല. അത് കുടുംബത്തിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ്. ഇപ്പോൾ ആരോമലിൻ്റെ അഭിപ്രായത്തിൽ മൈക്ക് കൊടുത്തോളൂ. ഉദാഹരണമായിട്ട് കുടുംബത്തിലെ സാഹചര്യമാണ് ഈ പറയുന്നത്. വളർന്നു വരുന്ന നിങ്ങളുടെ യുവതലമുറ, ഇതൊരു വലിയ മാറ്റമാണ്.
അതായത് യാഥാസ്ഥ്യ കുടുംബത്തിൽ ജനിച്ചിട്ട് യാഥാസ്ഥ്യ കുടുംബത്തിലെ സാഹചര്യത്തിൽ തന്നെ വന്നിട്ട് മതത്തിൻ്റേതായ രീതി വിവാഹം കഴിച്ചിട്ട് പക്ഷെ മതത്തിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനോട് അവർ പൊരുത്തപ്പെടാൻ തയ്യാറാണ്. ഇതൊരു വലിയൊരു ഒരു സാഹചര്യമാണ്. പക്ഷെ നേരെ മറിച്ച് മറ്റൊരു ഫാമിലിയുടെ കാര്യം സങ്കല്പിക്കുക. ആരോമലിൻ്റെ ഫാമിലി അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷേ. അതായത് കടുത്ത യാഥാസ്ഥ്യ കുടുംബം. ഈ രീതിയിലുള്ള അഭിപ്രായം അവിടെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ യുക്തിവാദ പ്രചരണമൊക്കെ രംഗത്ത് നടത്തുന്ന പല ആളുകളും സ്വന്തം ഫാമിലി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക വിരുദ്ധ എക്സ് മുസ്ലിംസിനെയൊക്കെ ഫാമിലിയിൽ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുക. ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നു, സ്വന്തം അമ്മയ്ക്ക് വേണ്ട, ബന്ധുക്കൾക്ക് വേണ്ട, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് അങ്ങനെയുള്ള അവരുടെ കടുത്ത നിലപാടെടുക്കുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞതിപ്പോൾ ഒരുപക്ഷെ വളരെ വലിയൊരു കടുംപിടുത്തം കാണിക്കുകയാണെന്നിരിക്കുക ഒരു കുടുംബം. പക്ഷേ ഇതുപോലെ ഒരു സ്വതന്ത്ര ചിന്ത പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ആ സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റുമെന്നാണ് ആരോമലിന് തോന്നുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതെ അവരോടുള്ള സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കടുത്ത യാഥാസ്ഥിക സാഹചര്യം ഉള്ള ഒരു കുടുംബത്തിൽ അയാൾക്ക് ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റും? ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വേദികളിൽ അധികം കുട്ടികൾ വരുന്നില്ല എന്ന്. അതിൻ്റെ ഒന്നാമത്തെ കാരണം അവർ വീട്ടുകാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇത്ര ആൾക്കാർക്ക് ഇവിടെ എത്താൻ ഇപ്പം എൻ്റെ അറിവിൽ തന്നെ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. യുക്തിവാദി എന്നുള്ള ലേബലിൽ അറിയപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, ദൈവത്തിലുള്ള വിശ്വാസം ഒരു സ്പെക്ട്രം പോലെയാണല്ലോ. ഭയങ്കര കടുത്ത വിശ്വാസികൾ തൊട്ട് ഇങ്ങനെ അയഞ്ഞ് വരുന്ന ഒട്ടില്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. ശാസ്ത്രത്തിൽ കൂടുതൽ താല്പര്യമുള്ളവരും ആ രീതിയിൽ ദൈവത്തിനെ വേണ്ടാന്ന് വെച്ചവരും, അതുപോലെ തന്നെ പരിണാമം മനസ്സിലാക്കുകയും സൃഷ്ടി നടത്താനായിട്ടൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയ രീതിയിലും ഈ മതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നവരും പല രീതിയിൽ ഇതിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളതും ചിന്തിക്കുന്നതും ഒരുപാട് വായിക്കുന്നതും അറിവുള്ളവരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഈ സാമൂഹിക സാഹചര്യം കൊണ്ടാണ് പലർക്കും ഇത്തരത്തിലുള്ള വേദികളിൽ പങ്കെടുക്കാൻ പറ്റാത്തതും, അതേപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്തതും, അവരുടെ കലാസൃഷ്ടികളിൽ അത് രേഖപ്പെടുത്താൻ പറ്റാത്തതും ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ലൊരു പ്രതിരോധം എന്ന് പറയണത് മതവും ദൈവവും ഇല്ലാതെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അവരെ പരിഗണിക്കാനും സഹാനുഭൂതിയോടുകൂടി ജീവിക്കാനും പറ്റുമെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. അതിനെനിക്ക് ഏറ്റവും കൂടുതലൊരു ഉദാഹരണോട് വന്നിരിക്കണ സുധീഷ് ഏട്ടനാണ്. കാരണം പുള്ളി ഒരു യുക്തിവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങളുടെ അവിടെ എല്ലാവരും പുള്ളിനെ ഭയങ്കര ബഹുമാനത്തോടെ തന്നെ പെരുമാറണം. ഒരു ഇവൻ്റ് ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ദിവസം നവീൻചനോട് പറഞ്ഞത്, അതായത് എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവൾക്ക് എസെൻസിൻ്റെ മീറ്റിങ്ങിന് പോകാനായിട്ട് ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി ചെന്നേക്കനാണ്. അപ്പോൾ അവളുടെ അമ്മക്ക് എസെൻസിൻ്റെ മീറ്റിങ്ങിന് വിടാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ആരുടെ ഒപ്പമൊക്കെയാണ് പോകണേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു സുധീഷ് ഏട്ടൻ്റെ ഒപ്പമാണ് പോകണേന്ന് പറഞ്ഞു. എന്നാ പൊക്കോന്ന് പറഞ്ഞു. പുള്ളി ഒരു യുക്തിവാദിയാണ്, യുക്തിവാദത്തോടും താല്പര്യമില്ല. പക്ഷെ സുധീഷ് എന്നുള്ള മനുഷ്യനോട് അവർക്കുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് അവരെ സമ്മതിച്ചത്. ഈ ഒരു മാറ്റം ആ ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിരോധം. യെസ്, ഇത് ആരോമൽ പറഞ്ഞു. നിങ്ങളിതിൻ്റെ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കണം ഇവരോട് കേട്ടോ. ഇത് കഴിയുമ്പോൾ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് നടത്താം. അതായത് ഇതിനകത്തുള്ളൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. അതായത് ഈ നിരീശ്വരത്വം എന്ന് പറയുന്നത് ഒരു കാലത്ത്, ഇപ്പോഴങ്ങനെയൊക്കെ അത് മാറ്റം വന്നു. ഞങ്ങൾ രംഗത്തേക്കൊക്കെ ഇറങ്ങി വരുന്ന കാലത്ത് 10-30 വർഷത്തിന് മുമ്പൊക്കെ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്സലൈറ്റുകളെ പോലെ കാണുന്ന ഒരു കാലമാണ്. എന്തോ വലിയൊരു സാമൂഹ്യ വിരുദ്ധരാണെന്നുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആലപ്പുഴ ജില്ലയിൽ ഒരു ജില്ലാ സമ്മേളനം നടത്താനായിട്ട് ഒരു സ്കൂളിൻ്റെ സ്ഥലം വേദി കിട്ടുമെന്ന് അന്വേഷിക്കാനായിട്ട് താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. അപ്പോൾ ഈ അടുത്ത കുറച്ചാൾ മുമ്പ് മരിച്ചുപോയ നമ്മുടെ ഒരു സുഹൃത്ത് അജിത്ത് മാവേലിക്കര, വാസ്തു അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ. ഞാനും അജിത്തും കൂടെ നേരെ അവിടെ ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്ക് ഇങ്ങനെ വേറൊരു പരിഷത്തിൻ്റെ ഒരാൾ പറഞ്ഞനുസരിച്ച് ചെല്ലുമ്പോൾ അവിടെ 2-3 പേര് സ്റ്റാഫൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന പരിഷത്തുകാരൻ ഹെഡ് മാസ്റ്ററോട് പരിചയപ്പെടുത്തുന്നത് ഈ വരുന്ന 2 യുക്തിവാദികളാണെന്ന് പറയും. 2 കരിമ്പുലികൾ വരുന്നെന്ന് പറയുന്ന പോലെ. ഈ 2 യുക്തിവാദികളാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പകച്ചു നോക്കുമായിരുന്നു. അവരെന്നിട്ട് ഒരാളെ ഞങ്ങളോട് ചോദിച്ചത്, ഈ ഇത്തരം ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന്. മനസ്സിലായി? അപ്പോൾ നിരീശ്വരത്വം എന്നോ യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു വലിയ സാമൂഹ്യ വിരുദ്ധമായ കാര്യമാണ്
എന്ന മനോഭാവം നിലനിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉള്ള. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അവിടെ നല്ലൊരു മനുഷ്യനാകുന്നത്, അതാണ് സുധീഷിൻ്റെ കാര്യം പറയുന്നത്, നല്ലൊരു മനുഷ്യനാകുക എന്ന് പറയുന്നതാണ് ആദ്യം വേണ്ടത്. അതായത് വിശ്വാസി അല്ലാതെ തന്നെ ഒരാൾക്കൊരു നല്ല ഹ്യൂമനിസ്റ്റ് ആകാൻ കഴിയും, മാനവികവാദിയാകാൻ കഴിയും എന്ന് നമ്മളെ നോക്കുമ്പോൾ മറ്റൊരാൾക്ക് തോന്നണം. പിന്നെ എനിക്ക് തോന്നുന്നത്, അതിനകത്തുള്ള അഭിപ്രായം നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്നത് സാധാരണ ഇപ്പം നമുക്ക് ഏതൊരു ചിന്താഗതിയാണെങ്കിലും നമ്മുടെ ചിന്താഗതിക്ക് നേരെ എതിരഭിപ്രായം നമ്മളെ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ഷമ നശിക്കും, സഹിഷ്ണുത ഒട്ടുമില്ലാതെ ആയിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് നമുക്കതിന് മറുപടി പറയാനും അതിനെ എതിർക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. കാരണം നമ്മൾ നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അതായത് ഈ കർമ്മങ്ങൾ നീ ചെയ്യേണ്ടതാണ്, മരണാനന്തര കർമ്മമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, അത് നീ ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ എതിർക്കാനും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നല്ലൊരു കേൾവിക്കാരനാകുക എന്നുള്ളതാണ്. ആദ്യം അവർക്ക് പറയാനുള്ളത് നമ്മൾ അനുവദിക്കുക, അവർ എക്സോസ്റ്റ് ചെയ്യട്ടെ, അവർ പറഞ്ഞു തീരട്ടെ. അതിനുശേഷം നമ്മളുടെ അവകാശം, നമുക്ക് ഇത് ചെയ്യാതിരിക്കാനുള്ള അവകാശം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ചെറുപ്പക്കാരെന്താണ് ഇങ്ങോട്ട് വരാത്തതെന്നുള്ള ആരോമര് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്നാണ്. കാരണം ഈ മതവിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു വേദിയിലേക്ക് അവരെ വിട്ടാൽ എന്തോ കുഴപ്പമാണ് എന്ന് ഉള്ള തോന്നൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം സ്വാതന്ത്ര്യം അവർക്കിതിൽ വിശ്വസിക്കാനുണ്ടോ, ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ എത്രയുണ്ടോ അത്രയും തന്നെ സ്വാതന്ത്ര്യം നമുക്കിതിൽ നിന്ന് വിട്ടു നിൽക്കാനും ഉണ്ട് എന്ന കാര്യം അവരെ വളരെ ക്ഷമയോടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്പം ദുഷ്കരമാണത്, മനസ്സിലായി? അപ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് അവർ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേൾക്കുക. ഓരോന്നും പറയുമ്പോഴത്തേക്ക് തർക്കിക്കാൻ പോകാതിരിക്കുക. കേട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് പല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാവും, എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമായിരിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള ചില വിഭവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ അത് വിളമ്പേണ്ട, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ, എനിക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ഈ കർമ്മങ്ങളൊക്കെ. നിങ്ങൾ ചെയ്തോ, എനിക്കൊരു വിരോധമില്ല, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാനുള്ള അത്രയും തന്നെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കതിൽ നിന്ന് വിട്ടു നിൽക്കാനും ചെയ്യാതിരിക്കാനും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ. അതാണിപ്പോൾ എവിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വാസികളായിട്ടുള്ള മതപരമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും നിലനിൽക്കുന്ന ഒരു കുടുംബത്തിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യാതെ അദ്ദേഹത്തിന് അത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയുന്നുവെങ്കിൽ ഈ ബോധ്യപ്പെടുത്തലിൽ വിജയിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യപരമായ ഒരു അവകാശമാണ്. ആ അവകാശം അവരടിച്ചേൽപ്പിക്കുമ്പോൾ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആദ്യം തന്നെ ഈ വേദപഠന ക്ലാസ്സിലുമൊക്കെ വിട്ടു, പക്ഷേ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് എനിക്കിത് വേണ്ടാത്തതാണ് എന്ന്. അപ്പം നമ്മുടെ പാത്രത്തിൽ ആ വിളമ്പിയ വിഭവം അത് ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ അവർ വായി വെച്ച് തന്നിട്ടുണ്ടാവും. പക്ഷേ വലുതായി നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കത് വേണ്ട എന്ന് തോന്നുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എവിടെയാണോ നമുക്ക് അവിടെ വിജയിക്കുന്നത്, എവിടെയാണോ അവിടെയാണ് കുടുംബത്തിൽ യുക്തിചിന്ത നിലനിൽക്കുന്നത്. അവിടെ നമുക്ക് പ്രതിരോധം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അവിടെ, മനസ്സിലായി? ആ രോഗം പകരുകയാണ് അവിടെ, അവർ അടിച്ചേൽപ്പിക്കുകയാണ്. അവിടെ പ്രതിരോധിക്കാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ പ്രയോജനപ്പെടുത്തുക, അതാണ് അവിടെ പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നമ്മൾ വേറൊരു തലത്തിലേക്ക് ചിന്തിച്ചാൽ കുടുംബ സാഹചര്യം. ഇപ്പോൾ കുടുംബത്തിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ പലതും പറയും. മരണം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ശ്രീനിവാസൻ്റെ മരണത്തിൻ്റെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം ഏതാണ്ട് ഈ അടുത്ത കാലത്ത് വരെ വിശ്വാസത്തെ തള്ളിപ്പറയുകയും ദൈവം ഉണ്ടോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ദൈവം ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന് നല്ലതെന്ന് പറഞ്ഞ വളരെ കോമഡി ആയിട്ട് പറഞ്ഞ ഒരു വിഷ്വൽ ഈ അടുത്ത സമയത്തുണ്ടായി. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങെന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ആചാരങ്ങളോടും നടത്തുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്നത് കാര്യങ്ങൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ട് പോലും അവരുടെ സ്വാതന്ത്ര്യം അവരവിടെ വിനിയോഗിക്കുക. കാരണം പ്രതിരോധിക്കാൻ ആളില്ല അവിടെ, അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ തന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മരണം ഉണ്ടാകുമ്പോൾ നമ്മൾ വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക്
കഴിയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ, ആ സമയത്ത് നമ്മുടെ പഠനകേന്ദ്രത്തിലെ സുഹൃത്തുക്കൾ മണിയേട്ടനും ജോർജും ഗോപനും ഒക്കെ ഉണ്ട്. അത്രയും ദൂരത്തിൽ അവരവിടെ വന്നിട്ട്, പക്ഷേ അവർ വരുമ്പോൾ നമുക്കൊരു മോറൽ സപ്പോർട്ട് ഉള്ളതുപോലെ നമുക്ക് തോന്നുകയാണ്. അല്ലെങ്കിലും നമ്മൾ മാറി നിൽക്കും. പക്ഷേ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്ന ഒരു മോറൽ സപ്പോർട്ട്. ഇപ്പോൾ വളരെ കുറച്ച് ആളുകളാണെങ്കിലും ഒരു നിലപാടെടുക്കേണ്ട സമയം വരുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ആ മരണാനന്തര ചടങ്ങ് നിങ്ങളുടെ സഹോദരന് ചെയ്യാം. അച്ഛനമ്മമാരുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ സഹോദരനും സഹോദരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ചെയ്യാം. ആ ചെയ്യുന്നതിനെ നമ്മൾ എതിർക്കാതിരിക്കുകയും നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യുവാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രതിരോധം ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം നമ്മളവിടെ വിട്ടു നിന്നാൽ അടുത്ത തവണ ഒരിക്കലും നിങ്ങളോട് പറയില്ല, വീണ്ടും നിങ്ങളോട് പറയില്ല. കാരണം നിങ്ങളുടെ നിലപാട് അവിടെ നിങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പ്രതിരോധം തീർക്കേണ്ടത് സ്വന്തം കുടുംബത്തിലായിരിക്കണം. അതാണ് അവിടുത്തെ. അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാട് വരും. ഇനി നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ നവീൺ പറഞ്ഞോളൂ, കൂട്ടിച്ചേർക്കാനുണ്ടെ പറയും. ഇപ്പോൾ മരണാനന്തര ചടങ്ങിനെ പറ്റി പറഞ്ഞ്, അത് പല മതങ്ങൾക്കും പല രീതിയിലാണ്. മരണാനന്തര ചടങ്ങിൽ മക്കൾക്ക് പങ്കെടുക്കേണ്ട, അതായത് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത് പൊതുവെ ഹിന്ദു മതങ്ങൾക്കാണ്. ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെയൊന്നുമില്ല. പുരോഹിതനാണ് ആ കർമ്മം ചെയ്യണത്. അപ്പോൾ മതപരമായിട്ട് ജീവിച്ച ഒരാൾക്ക് പുരോഹിതൻ അത് ചെയ്തു കൊടുക്കുന്നു, നിർവഹിച്ചു കൊടുക്കുന്നു. അതിനെ എതിർത്ത് നിൽക്കേണ്ട, മാറി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു മകൻ നിരീശ്വരവാദിയാണെങ്കിൽ. പക്ഷേ ഈ ഹിന്ദു വിശ്വാസപ്രകാരം മക്കൾക്കത് മാറി നിൽക്കുമ്പോൾ അവിടെ ചോദ്യം വരും. കാരണം മകനാണ് അവിടെ ആ കർമ്മം നടത്തേണ്ടത്, അല്ലെങ്കിൽ അവിടെ ബന്ധത്തിലുള്ള ഒരാളായിരിക്കണം അത് നടത്തേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചോദ്യം വരും. പൊതുവെ ആ ഒരു രീതിയിൽ വളർന്നു വന്നിരിക്കും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പ്രതിരോധിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഒരു ചടങ്ങ് ഒരു നിരീശ്വരനായിട്ടുള്ള ഒരാൾ നടത്തിയാലും അയാൾ നടത്താതിരുന്നാലും ഒരേ അവസ്ഥ തന്നെയാണ്. അതിലിപ്പോൾ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അവന് ഇഷ്ടമില്ല എന്നുള്ളൊരു പോയിന്റ് മാത്രമാണ് അവിടെ വ്യത്യാസം വരുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കുന്നു നോക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ, അതായത് പ്രായമായ വ്യക്തികളായിരിക്കുള്ളൂ കൂടുതൽ അതിൽ ഈ പറഞ്ഞ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ മാറ്റി നിർത്താനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ആ വ്യക്തികളെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുപക്ഷെ അങ്ങനത്തെ ചടങ്ങ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കുറ്റബോധം തോന്നേണ്ടതായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ കാര്യത്തിൽ. ഇല്ല, ശരിയാണ്. ഒരു നല്ല പരിധി വരെ ഇതുപോലുള്ള ചടങ്ങിൽ ഹിന്ദു വിശ്വാസമുള്ളവർക്കാണ് ഡയറക്റ്റ്. പക്ഷേ അവിടെയും പള്ളിയിലൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ചടങ്ങിനും കുട്ടിയുടെ അച്ഛൻ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ വെഞ്ചരിക്കൽ, ഒരു വീട് താമസമാകുന്ന സമയത്ത് അവിടെ ഈ പുരോഹിതൻ വന്നിട്ട് ഇത് വെഞ്ചരിക്കൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആൾ അവിടുന്ന് മാറി നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ നേരിടും. ഞാൻ പറഞ്ഞത്, അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അതിനോട് നിങ്ങളതിലിടപെടുക, അതിന് യാതൊരു വിരോധമില്ല. പക്ഷേ എനിക്കതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് അനുവദിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉറയ്ക്കുകയാണ്. പിന്നീട് ഒരിക്കലും ഇപ്പം ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഈ മരണം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നമ്മളോട് അവർ വന്ന് പറയുന്നില്ല ഇത് ചെയ്യില്ല എന്നവർക്കറിയാം, ചെയ്യില്ലെന്നറിയാം. അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ചർച്ചയൊക്കെ നടക്കും. അത് സ്വാഭാവികമാണ്. ഇത് നമ്മളുടെ പ്രസൻസിൽ പറയില്ല. പോന്നു കഴിയുമ്പോൾ അവിടെ ഗംഭീര ചർച്ചയൊക്കെയാണ്. ഞാനൊന്നും മണിയേട്ടനോടൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നതാണ്. പോന്നു കഴിയുമ്പോൾ ചർച്ച നടക്കും, അതല്ല വിഷയം. പക്ഷേ അവിടെ ആ നിലപാടുണ്ടാക്കുക എന്നുള്ളതാണ്. നിലപാട് എങ്കിൽ തന്നെയും ഇവന് മാറ്റം ഉള്ളതായിട്ട് തോന്നുന്നില്ലേ? കുടുംബത്തിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് സ്വീകാര്യത വരുന്നില്ലേ? നിങ്ങളുടെ വിശ്വാസമില്ലായ്മ അംഗീകരിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. മനസ്സിലായി? ഇനി ഞാൻ നവീനോട് പറയുന്നത്, വിദ്യാഭ്യാസം, അദ്ദേഹം അധ്യാപക യോഗ്യത നേടിയ ആളാണ്, MA യും B.Ed ഉള്ളതാണ്. സ്കൂളിലെ സാഹചര്യം ഇപ്പോൾ ഒക്കെ കുറേ മാറ്റിയിട്ടുണ്ട്. അതായത് പല രീതിയിലാണ് വിശ്വാസം കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അത് ശരിക്കും അടിച്ചേൽപ്പിക്കൽ തന്നെയാണ്. കാരണം ഒരുപക്ഷെ വീട്ടിലൊരു കുട്ടി അച്ഛനമ്മമാരോട് പറയുന്ന സ്വാതന്ത്ര്യം സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തില്ല. അവിടെ ടീച്ചേഴ്സിനോടൊരു വിധേയത്വമുണ്ട്, ടീച്ചേഴ്സിനോടൊരു വല്ലാത്തൊരു ബഹുമാനമുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസിപ്ലിൻ്റെ പ്രശ്നമാണ്. സ്കൂളിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യത്തെ ഈശ്വര പ്രാർത്ഥന. കുട്ടിയുടെ ചോയ്സ് ഇല്ല അവിടെ ചോദ്യം ആരും ആവശ്യപ്പെട്ടിട്ടല്ല. ക്ലാസ് തുടങ്ങുമ്പോൾ പോലും പ്രാർത്ഥിപ്പിക്കുന്ന ചില ടീച്ചേഴ്സുണ്ട്. പിന്നീട് പല രീതിയിലുമുള്ള പ്രാർത്ഥനകൾ അവിടെ വരും. അപ്പോൾ ഒരു യുക്തിചിന്ത പുലർത്തുന്ന ഒരാളിൻ്റെ ഒരു കുട്ടി
അതിലുണ്ട്. അവൻ വീട്ടിൽ പ്രാർത്ഥന ശീലിക്കുന്നില്ല. പക്ഷേ അധ്യാപകർ സ്കൂളിൽ ചെല്ലുമ്പോൾ എഴുന്നേക്ക് നിൽക്കേണ്ടി വരുന്നു. കാരണം ഒരു 8-10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് അവിടെ ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവനവിടെ താത്വികമായിട്ട് അവരോട് കാര്യങ്ങൾ പറയാനുള്ള ബോധമൊന്നുമില്ല. അപ്പോൾ ഈശ്വര പ്രാർത്ഥന അവിടെ അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ്സിൽ വിശ്വാസം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ, ഒരു പക്ഷേ എവിൻ അത് അനുഭവിച്ചിട്ടുണ്ടോയെന്ന്, നവീൻ അത് അനുഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് എന്തായിരിക്കും ആ ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ സെക്യുലറിസം എന്ന ആശയം ഏറ്റവും കൂടുതൽ മർദ്ദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവഹേളിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ക്ലാസ് റൂമുകളിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെ പ്രാർത്ഥന. ഇത് മനുഷ്യൻ്റെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമാണ്. അത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അത് എന്ത് വില കൊടുത്തും എന്ത് സമരം ചെയ്തും നമ്മൾ നിർത്തിക്കേണ്ട ഒരു പരിപാടിയാണ്. അത് നിർത്താനുള്ള ഉത്തരവുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും നമ്മളുടെ സമൂഹത്തിൽ ഭൂരിഭാഗം വിശ്വാസികളായതുകൊണ്ട് നടന്നു പോകുന്നതാണ്. ഇപ്പം ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് നടത്തിയത് സ്കൂൾ ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. എനിക്കറിയാം പറവൂരത്തെ ഒരുപാട് മാനേജ്മെൻറ്റ് സ്കൂളുകൾ നമുക്കറിയാം ജാതി ഗ്രൂപ്പുകളുടെ സ്കൂളുകളാണ്. SNDP, NSS, അതേപോലെ ക്രിസ്ത്യൻ സഭകൾ, MVS പോലെയുള്ള മുസ്ലിം സഭകൾ, അങ്ങനെയുള്ള സഭകളുടെ സ്കൂളുകൾ, അവിടെയൊക്കെ ഭീകരമായ പ്രാർത്ഥനയാണ്. രാവിലെ പ്രാർത്ഥന, ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും എണീറ്റ് പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഉണ്ട്. ശ്ലോകമൊക്കെ ചൊല്ലുന്ന സ്കൂളുകളുണ്ട്. കൊടുങ്ങല്ലൂരിലുള്ള അമൃത വിദ്യാലയത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പഠിപ്പിക്കുന്നുണ്ട്. അവൾ പറയുന്നത് ശ്ലോകം ചൊല്ലണമെന്നാണ്. ഒരു വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ശരിക്കും ഒരു ഏറ്റവും വലിയ ഒരു ഭീകരാവസ്ഥയാണ്. ഇപ്പം ഈ വിൻചേട്ടൻ പറഞ്ഞതനുസരിച്ച് ചെയ്യണോണ്ട് തെറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയുള്ളവരുണ്ടാവും. നമ്മൾ വിശ്വസിക്കണില്ല, പക്ഷേ അവരുടെ കൂടെ നിന്ന് ചെയ്യണോണ്ട് വലിയ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായൊരവസ്ഥയാണ്. എനിക്ക് വളരെ ഭീകരമായൊരവസ്ഥയാണ്. ഇനി പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് നിൽക്കേണ്ടൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ വേദിയിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ നിലവിളക്കൊക്കെ കൊളുത്തുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മളുടെ കയ്യിലോട്ട് തരും. അപ്പം നമ്മളൊരു വിപ്ലവകാരിയായി മാറണം അവിടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യണോണ്ട് തെറ്റൊന്നുമില്ല, ആ കൂട്ടത്തിലൊരാളായിട്ട് അങ്ങോട്ട് പോകും എന്നുള്ളു. പക്ഷെ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ നമ്മളുടെ നിലപാടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിളക്ക് കൊളുത്തുമ്പോൾ വേദിയിൽ ഇരുന്നിട്ടുണ്ട്, ഇതേപോലെ ഇരുന്നിട്ടുണ്ട്. അന്ന് എൻ്റെ മനസ്സിലുണ്ടായ സംഘർഷം ഭയങ്കരമാണ്. പക്ഷെ ആ സംഘർഷത്തിന് അപ്പുറമാണ് ഞാൻ കത്തിക്കണ സമയത്ത് ഉണ്ടാവണം എൻ്റെ മനസ്സിൻ്റെ സംഘർഷം. അതുകൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ഞാൻ എണീക്കാറുണ്ടായില്ല. ക്ലാസ്സിൽ UC കോളേജിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായി. കാരണം അങ്ങനത്തെ ഒരു വരുന്നത് അവിടെ മതത്തിൻ്റെ കോളേജാണെങ്കിലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പഠിപ്പിച്ചിരുന്ന ആ ഒരു പാരമ്പര്യം, ഒരു ധാര ഇപ്പോഴും അവിടെ നിലനിൽക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ BEd കോളേജിലൊന്നും അത്തരത്തിലൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടായില്ല. എന്നാലും ഞാൻ ഇപ്പം നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും എണീക്കുമ്പോൾ ഒരാളവിടെ ഇരിക്കണത്, പിന്നെ പ്രാർത്ഥന അല്ല അവിടുത്തെ വിഷയം. എല്ലാവരും നമ്മളെ നോക്കും ക്ലാസ്സിൽ. പിന്നെ അതൊരു ശീലമായപ്പോൾ പിന്നെ നോക്കാറില്ല. പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മാനസിക സംഘർഷം വരുന്നത്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഘർഷമാണ്. വളരെ ടെൻഷൻ ഉള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മളുടെ ഇത്തരത്തിലുള്ളൊരു കുടുംബത്തിലൊക്കെ വളരുന്നൊരു കുട്ടി സ്കൂളിൽ ചെന്നിട്ട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ട്രോമ ആ കുട്ടി പറയൂലായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് ഭയങ്കര ട്രോമയാണ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിദ്യാലയങ്ങളിലെ മതപരമായ എന്ത് പരിപാടിയും തീർത്തും എന്ത് വില കൊടുത്തും നമ്മൾ തടയേണ്ട പരിപാടിയാണ്. അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നവീനാണ് ഒരു സ്കൂളിൽ പെർമനൻറ്റ് ജോലി ആയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് സ്കൂളിൽ ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. രാവിലെ ഈശ്വര പ്രാർത്ഥന, അങ്ങനെയുള്ള ഒരു കാര്യം. ഇത് നമ്മൾ ഈ ഒരു ആത്മീയതപരമായ കാര്യങ്ങളൊന്നും ചെയ്യാത്ത നിരീശ്വരനായ ഒരാളാണെങ്കിൽ, ഒരു അധ്യാപകനാണെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് തന്നെയാണ് നവീൻ. എങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നിലപാടുണ്ട്. അല്ലാതെ വഴങ്ങിക്കൊടുക്കലെന്ന് പറയുന്ന ഒരിക്കലും അതിന് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റം ഉണ്ടാവില്ല. നമ്മളെന്തുകൊണ്ടാണ് ഇത് മാറണം എന്നുള്ള ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. വഴങ്ങിക്കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ യുക്തിവാദികളാണ് സമൂഹത്തിൽ. മറ്റേ ന്യൂനപക്ഷാവകാശങ്ങളൊക്കെ കിട്ടേണ്ട ഗ്രൂപ്പാണ് നമ്മൾ. പക്ഷേ നമ്മൾ പോലും ഇതിന് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് മാറ്റം സംഭവിക്കാനാണ്? അല്ലേ?
നമ്മൾ ഒരു ചെറിയ ശബ്ദമാണ് നമ്മൾ എതിർ ശബ്ദം, നമ്മൾ ഇതിന് അനുസരിച്ച് അത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, അവരുടെ സന്തോഷമല്ലേ എന്ന് കരുതി പോയാൽ ഇത് ചരിത്രാതീത കാലം, അത് എല്ലാ നൂറ്റാണ്ടുകളിലും ഇത് നിലകൊള്ളും. ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം യാഥാസ്ഥിതിക ബോധം എല്ലാ കാലങ്ങളിലേക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് വലതുപക്ഷം ഇത്ര ശക്തമായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ തടയേണ്ടതാണ്. ചെറിയൊരു ശബ്ദമെങ്കിലും ഉയർത്തി തടയേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ആരോമലിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ഇരിക്കുന്ന ഒരാളിൻ്റെ, അപ്പം ഞങ്ങളുടെയൊക്കെ മക്കൾ ഡിഗ്രി ലെവലായി, ഒരു 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ ഇപ്പം LP ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഈശ്വര പ്രാർത്ഥനയ്ക്കും ഈ പറഞ്ഞ മോറൽ സയൻസ് എന്നുള്ള രീതിയിലും ക്ലാസ്സിൽ അവർ ഇരുത്തുന്നുണ്ട്. ചില ഒരു ആഴ്ചയിൽ ഒരു പീരീഡ് മോറൽ സയൻസാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവിടെ സ്കൂളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ രീതിയിൽ ഒരു കുട്ടി വല്ലാത്ത പ്രഷർ സ്കൂളിൽ ഏൽക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ചെറിയ സ്വാഭാവികമായിട്ടും അവന് താല്പര്യമില്ലായ്മ. എൻ്റെ മക്കളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ജാതിയില്ലേ, മതമില്ലേ, നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ ജീവിക്കുന്നത് എന്നൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവരെ ഈ ചോദ്യങ്ങൾ കൊണ്ട് അവരെ ഹരാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കുട്ടി അങ്ങനെ നേരിടുന്നു എന്ന് വിചാരിക്കുക, ക്ലാസ്സിൽ ഇതുപോലുള്ള ഒരു പ്രയാസം ഉള്ള ഒരു സാഹചര്യം നേരിടുകയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ഒരു എയ്ത്തീസ്റ്റ് ആണെന്നിരിക്കട്ടെ, ഏത് രീതിയിലായിരിക്കണം ആ പേരൻറ്റ് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടതെന്ന് തോന്നുന്നു? ഒരു പാരൻ്റ് എന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇന്നത് ചെയ്യണമെന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പാരൻറ്റിന് വോയിസ് ഇല്ല. പാരൻറ്റ് സംബന്ധിച്ചിടത്തോളം കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് പോയിന്റ്. അതായത് ഇപ്പോൾ മതം ആൾക്കാർ വിടണമെന്നുണ്ടെങ്കിലുള്ള പ്രൈമറി നീഡ് മതം പഠിപ്പിക്കുക എന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ മതം പഠിച്ചിട്ട് മതം വിട്ടൊരാളാണ്. അപ്പോൾ എൻ്റെ അച്ഛനൊരു ഭയങ്കര വിശ്വാസിയാണ്. അച്ഛൻ എല്ലാ ബുക്കും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 18 പുരാണങ്ങളും സമ്പൂർണ്ണ മഹാഭാരതവും ഹൈന്ദവ വിജ്ഞാനകോശമൊക്കെയാണ് വീടിൻ്റെ മെയിൻ ഡെക്കറേഷൻസ്. ആരും വായിക്കില്ല, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഗരുഡ പുരാണം എന്ന് പറഞ്ഞിട്ടുള്ള പുരാണം ഞാൻ വായിച്ചു നോക്കി. അതിനകത്ത് പ്രേതകാന്ഡം എന്ന് പറഞ്ഞിട്ടൊരു കാണ്ഡമുണ്ട്. ബുക്കിൻ്റെ പകുതി കഴിഞ്ഞിട്ട് പിന്നെ പ്രേതകാന്ഡം, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് എന്ത് സംഭവിക്കും എന്ന് മഹാവിഷ്ണു ഗരുഡൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വാഹനത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ പ്രേതകാന്ഡം. ശുദ്ധ സംബന്ധം എഴുതി വെച്ചേക്കണം. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ചിരിക്കാൻ വേറൊന്നും വേണ്ട. അതിനകത്ത് എഴുതി വെച്ചേക്കണ 10,000 കിലോമീറ്റർ കൽക്കരി അല്ലല്ലോ മറ്റേ ഈ തീക്കട്ടകളുണ്ട്, അതിൽ കൂടെ നടക്കണം. എന്നിട്ട് എണ്ണയിൽ മുക്കിപ്പൊരിച്ച് മറ്റേ അൽഫാമാക്കണ പരിപാടി, ഇതൊക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കണ കാര്യമാണ്. അപ്പം ശരിക്കും നമ്മളിത് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കണ കാര്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ഈ ചടങ്ങുകളും ഈ ഈശ്വര പ്രാർത്ഥനയും ഇതൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും അതെന്തുകൊണ്ട് അത് ചെയ്യുന്നു, അവരെന്തുകൊണ്ട് അത് ചെയ്യാൻ പറയുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പം എൻ്റെ ഒരു വിശ്വാസം ശരിക്ക് ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനൊരു +1 പഠിക്കുമ്പോൾ എൻ്റെ അരയിൽ ഒരു ചരടും അതിൻ്റെ അടുത്തൊരു ഏലസം ഉണ്ടായി. അത് എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ കെട്ടിയിരുന്നത്. അമ്മക്കത് ഭയങ്കര ആവശ്യമായിരുന്നു. എൻ്റെ അരയിൽ ഒരു ചരട് കെട്ടി, അത് വേറെ ആരും കാണില്ല, കയ്യിൽ കെട്ടാൻ എനിക്ക് മടിയായിരുന്നു. എനിക്ക് പുറമേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അരയിൽ കെട്ടി തന്നിരുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ അഴിച്ചു കളഞ്ഞത് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ്. അതന്ന് വൈശാഖൻ തമ്പിയുടെ ഒരു വീഡിയോ ആണ് എന്നെ അതിന് സഹായിച്ചത്. പുള്ളി പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അരയിൽ ചരട് കെട്ടണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് കലണ്ടർ ഇല്ലായിരുന്നു. കലണ്ടർ ഇല്ലാതിരുന്ന സമയത്ത് ഒരു കൊച്ചു ജനിക്കുമ്പോൾ ആ കൊച്ചിന് ചോറിന് കൊടുക്കുന്ന സമയമുണ്ട്. ആ കൊച്ചിൻ്റെ വളർച്ച അറിയാനായിട്ട് എത്ര ദിവസം കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർക്ക് കലണ്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിവസങ്ങൾ കടന്നോണം മനസ്സിലാവില്ല. പകരം അവർ ആകാശത്തിലുള്ള ചന്ദ്രനെയാണ് ആശ്രയിച്ചിരുന്നത്. ചന്ദ്രൻ ഒരു വലം നമ്മുടെ ഭൂമിക്ക് ചുറ്റും വെച്ച് വരുന്നത് 28 ദിവസങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ 28 ദിവസം ആകുമ്പോൾ കൊച്ചിന് നമ്മൾ 28 നടത്തും. എന്നിട്ട് അരയിലൊരു ചരട് കെട്ടിക്കൊടുക്കും. അടുത്ത 28 ദിവസം ആകുമ്പോൾ ആ ചരടിൻ്റെ അറ്റത്ത് ഒരു കെട്ടും കൂടി ഇടും. അപ്പോൾ ആ കൊച്ചി 2 മാസമായി ജനിച്ചിട്ടെന്ന് നമുക്കൊരു ഏകദേശം കണക്ക് കിട്ടും. പക്ഷെ +1 പഠിക്കേണ്ട ഞാനിത് കെട്ടിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് അത് മനസ്സിലായപ്പോഴാണ് ഞാനത് ഊരിക്കളഞ്ഞത്. മതം ആചാരങ്ങൾ കൊച്ചിന് എന്തുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അവിടെ വെക്കുന്നു? ഇപ്പോൾ ഒരു പാർക്കിൽ വന്ന എല്ലാ കുട്ടികളും പ്രാർത്ഥിച്ചിട്ട് പാർക്കിലോട്ട് കയറണം എന്ന് പറയേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം പാർക്ക് ഒരു പബ്ലിക് പ്ലേസ് ആണ്. അവിടെ ഒരുപാട് വിശ്വാസങ്ങളുള്ള വിശ്വാസമില്ലാത്ത വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് പേര് വന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന പോലെയാണ് സ്കൂൾ ഒരു പബ്ലിക് പ്ലേസ് ആണ്.
അത് ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ വന്ന സ്ഥലമാണ്. അപ്പോൾ കുട്ടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഈ ജാതി സ്കൂളുകളും മത സ്കൂളുകളൊക്കെ ഭയങ്കര പ്രശ്നമാണത്. കാരണം ഒരു കുട്ടി 10ഉം 12ഉം വർഷം പഠിച്ചാലും ഒരേ രീതിയിലുള്ള ആൾക്കാരെ മാത്രം കണ്ടിട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ പുറത്തുള്ള ലോകം എന്താണെന്നുള്ളൊരു ഐഡിയ ആ കുട്ടിക്ക് ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും കിട്ടില്ല. അത് നമ്മൾ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് കുട്ടികളോട് ഇപ്പോൾ അത്തരത്തിലുള്ള സ്കൂളുകളിലാവുന്നത് നമ്മൾ ചെല്ലാതിരിക്കുക എന്നുള്ള കാര്യം പാരൻസിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, കുട്ടി ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അവിടെ. അപ്പോൾ ഇവൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ അതായത് കുട്ടിയുടെ അവസ്ഥ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ ചെറിയ ക്ലാസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന മോറൽ സയൻസിൻ്റെ ക്ലാസ്സിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അത് കൊടുക്കേണ്ടതില്ല. ആ സമയത്ത് കുട്ടി ക്ലാസ്സിലിരുന്ന് അവൻ്റെ നോർമലായിട്ടുള്ള ക്ലാസ്സിലിരുന്ന് ഹോംവർക്ക് എന്തെങ്കിലും ചെയ്തോളും. അതുകൊണ്ട് അവനെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുകയാണ് ഒരു അവിശ്വാസിയായ ഒരു രക്ഷകർത്താവ് സ്കൂളിൽ ചെന്ന് ചെയ്യേണ്ടത്. അപ്പം ഞാനൊക്കെ അത് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുന്നതല്ലേ ശരിയായ ഒരു രീതി? അതിലെന്തെങ്കിലും അപാകതയുണ്ടോ? അതോ അതുമായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം വളർന്നു കഴിയുമ്പോൾ തിരിച്ചറിവ് ആർജിച്ചതിന് ശേഷം അവൻ ഇതിൽ നിന്ന് പുറത്ത് വന്നോളും എന്ന് ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ധാരണയിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് യുക്തിക്ക് നിരക്കുന്നതാണോ? അതുകൊണ്ട് എൻ്റെ കൊച്ചിന് അത് വിളമ്പണ്ട എന്ന് ഈ രക്ഷകർത്താവ് എന്ന് പറയുകയല്ലേ വേണ്ടത്? എന്താണ് അഭിപ്രായം? ഒരു കുട്ടിയുടെ കേസിൽ ഒരു കുട്ടിക്ക് തീരുമാനം എടുക്കുന്നതിന് പരിധിയുണ്ട്. പരിധി എന്ന് പറഞ്ഞാൽ അവനൊരു നിശ്ചിത പ്രായം വരെ, അവൻ പ്രായപൂർത്തിയാണോ വരെ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഇടപെടും. അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരെന്ത് ചെയ്യും? ഇടപെടേണ്ടതായിട്ടുണ്ട്. അതായത് ആ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ അതാവശ്യമുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിൽ കുട്ടിക്ക് എന്തെല്ലാം ശരി തെറ്റെന്നുള്ള കാര്യങ്ങൾ അവൻ തിരിച്ചറിയുന്നില്ലാത്തതുകൊണ്ട് ഇടപെടൽ വേണം. ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ പാരൻ്റ് ഒരു എത്തിയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാരൻസ് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും അത് പറയണം, സ്കൂളുകളിൽ പറയണം, അവരുടെ മാനേജ്മെൻറ്റുകൾ പറയണം. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളത് തുറന്ന് പറയാം. അതിൽ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ അങ്ങനെ പറയാമെന്നുള്ളത് ഒരു പാരൻസിന് പറയാമെന്നുള്ള ഇതുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഏതായിക്കോട്ടെ അവരവരുടെ മതം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ട് മതമുള്ളവനും മതമില്ലാത്തവനെയൊക്കെ പിടിച്ച് അവരെന്ത് ചെയ്യും? അവരുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ കുറേ അവരുടെ പുസ്തകം അനുസരിച്ചല്ല പഠിപ്പിക്കണത്. കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് മൊറാലിറ്റി കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അത് നോർമലി മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിലുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്നതാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമലി ഒരു കുട്ടിക്ക് ഒരു നല്ലൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവനൊരു മൊറാലിറ്റി ഉണ്ടാവും. അപ്പോൾ അത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അതെ, ഇവൻ പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം അവിടെ നമ്മൾ ഇടപെടുകയാണ് വേണ്ടത്. അവിടെ വഴങ്ങിക്കൊടുത്താൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 ഒക്കെ കഴിയുമ്പോഴേക്ക് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പുറത്ത് വന്നുകൊള്ളൂ എന്ന് പറഞ്ഞാൽ 90% പേരും പുറത്തു വരില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ജീവിത സാഹചര്യത്തിലായിട്ട് പോലും നിങ്ങൾക്ക് അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് പുറത്തു വരാൻ, അതിജീവിച്ച് പുറത്തു വരാൻ കഴിഞ്ഞത് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച എത്ര പേർക്ക് ഇത് കഴിഞ്ഞു എന്നും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ കൂടെ ഒരുപക്ഷെ ഈ ബിടെക്കും MA BEdും BSc ഫിസിക്സും പഠിച്ചവരാണ്. പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്ര പേര് ഇന്ന് വിശ്വാസം ഉപേക്ഷിച്ചവരുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 1-2 പേര് പോലും ഉണ്ടാവില്ല വേറെ. അതാണ് അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴങ്ങിക്കൊടുക്കലെന്ന് പറയുന്നത് ശരിയല്ല. അതാണ് എവിൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആ ഒരു റോൾ അവിടെ ഒരു രക്ഷകർത്താവൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു തുല്യമാണെന്നറിയാമോ അത്? അതായത് ഇപ്പോൾ കുട്ടി അതാണ് ഇടപെടണമെന്ന് പറഞ്ഞതിൻ്റെ കൃത്യമായ കാര്യം അതാണ്. ഒരു പരിധിവരെ കുട്ടിയുടെ കാര്യത്തിൽ രക്ഷകർത്താവ് ഇടപെടേണ്ടതുണ്ട്. അതായത് നമ്മൾ കുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം മുതൽ തുടങ്ങുന്നതാണ് കുത്തിവയ്പ്പുകൾ. 15 വയസ്സ് വരെയുണ്ട്. അതിൽ കുറേയധികം രോഗങ്ങൾ നമുക്ക് ഈ പരിസരത്തു നിന്ന് കുട്ടി പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. ഈ പ്രതിരോധ കുത്തിവയ്പ്പിന് ഓരോ സമയത്ത് ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോഴും കുട്ടി ഈ കുത്തിവെക്കുമ്പോൾ കരയും. കാരണം ആ കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഇഷ്ടമല്ല. അത് എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്നുള്ളവരും ആ കുട്ടിക്ക് അറിയില്ല. പക്ഷേ അതെന്താണെന്ന് തിരിച്ചറിവുള്ള ഒരു രക്ഷകർത്താവ് അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നീതികേടാണ്.
ഇപ്പോൾ നമ്മളിവിടെ വിദ്യാഭ്യാസം നിർബന്ധമായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നിർബന്ധിതമായിട്ടുള്ള ആരോഗ്യവും കുട്ടിക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് എങ്ങനെ കുട്ടിക്ക് അർഹതപ്പെട്ടതാണോ അതുപോലെ തന്നെ ആയിരിക്കണം ഈ പറയുന്ന വൈറസാണിത്. മതത്തിൻ്റെ വൈറസ് അവരിങ്ങോട്ട് കടത്തിവിടുമ്പോൾ ആ വൈറസിനെതിരായിട്ട് എങ്ങനെയാണോ ഒരു രക്ഷകർത്താവ് ആ കുട്ടിക്ക് പ്രതിരോധ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത്, അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നതിന് തുല്യം. ശരിക്കും പറഞ്ഞാൽ പ്രതിരോധം അവിടെ യുക്തിചിന്ത പഠിപ്പിക്കാനുള്ള ക്ലാസ്സൊന്നുമില്ല. പക്ഷേ ആ വൈറസിൻ്റെ പകർച്ചയിൽ നിന്ന് കൊച്ചിനെ മാറ്റി നിർത്താനെന്ന് പറയാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതങ്ങനെ തന്നെ ആവണം. ഇതിനൊക്കെ വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചർച്ചയിൽ നമുക്ക് കൂടുതൽ പറയേണ്ട ചോദ്യോത്തരത്തിലാകാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയുന്നത് നമ്മളുടെ ഈ സിലബസിൻ്റെ കാര്യം പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ശാസ്ത്ര ബിരുദധാരികളാണ്, എൻജിനീയറും ഫിസിക്സ് ഡിഗ്രി ഹോൾഡറും അധ്യാപകനുമാണ്, ഭാഷാ അധ്യാപകൻ. ഭാഷയിലും ശാസ്ത്രത്തിലും വിശ്വാസം കടത്തിവിടുന്നുണ്ട്. നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് ശാസ്ത്ര വിഷയങ്ങളിൽ കൂടി എങ്ങനെയാണ് വിശ്വാസം കടത്തിവിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചില പ്രത്യേക രീതിയിലാണ് പരിണാമം പഠിപ്പിക്കും. 10ാം ക്ലാസ്സിലായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചു, ഇപ്പോഴത്തെ 10ലാണോ എന്ന് എനിക്കറിയില്ല. പരിണാമം പഠിപ്പിക്കുന്ന സമയത്ത് പരിണാമത്തിൻ്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കില്ല അധ്യാപകർ. അങ്ങനെ വിശദീകരിച്ചാൽ സൃഷ്ടി പൊളിഞ്ഞു പോകും. കുട്ടി സൃഷ്ടിശാസ്ത്രം പൊളിഞ്ഞു പോകും. കുട്ടി ചോദ്യം ചോദിച്ചു, അവിടെ ചോദിക്കാനുള്ള അവസരമില്ല. സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭൗതിക സിദ്ധാന്തങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന പ്രപഞ്ചോൽപ്പത്തിക്കോ അതുപോലെ തന്നെ ബയോളജിയുടെ നമ്മുടെ എങ്ങനെയാണോ ഈ ബീജസങ്കലനം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഫീറ്റസ് വളർന്നു വരുന്നത്, ഈ പറയുന്ന ശാസ്ത്ര സിദ്ധാന്തത്തിന് മുന്നിൽ സൃഷ്ടിശാസ്ത്രത്തിന് നിലനിൽപ്പില്ല, പരിണാമത്തിനുമില്ല. പക്ഷേ ഈ ശാസ്ത്ര വിഷയങ്ങളും ഭാഷയും എല്ലാം, ഭാഷയുടെ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ പറയുന്നത്. പുരാണ കഥകളൊക്കെ കവിതകളുടെ രൂപത്തിലും കഥകളുടെ രൂപത്തിലും ഭാഷയിൽ അടിച്ചേൽപ്പിക്കും. അതുപോലെ തന്നെ ഈ ശാസ്ത്ര വിഷയങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാതെ അവരുടെ വിശ്വാസത്തിനും ഭംഗം വരുത്താത്ത രീതിയിൽ പരീക്ഷയെ മാത്രം ഉദ്ദേശിച്ച് അത് പഠിപ്പിക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ സിലബസിനകത്തല്ലേ യഥാർത്ഥത്തിൽ ഈ മതം കുത്തിത്തിരുകുന്നതിനുള്ള സാഹചര്യം കിടക്കുന്നത്. നമ്മുടെ ഈ ഈ കരിക്കുലം എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് എന്നൊരു അധ്യാപകൻ എന്നുള്ള രീതി തോന്നുന്നുണ്ടോ? മതം വളരെ കാര്യമായിട്ട് ഇടപെടുന്ന ഒരു സ്ഥലമാണ് സിലബസ്. സാറ് പറഞ്ഞ കറക്റ്റാണ്. നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മതപരമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മളുടെ സിലബസിൽ ഉൾപ്പെടുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ കാര്യം. അത് ഒരു പരിധിവരെ ഇപ്പം മലയാളത്തെ സംബന്ധിച്ച്, ഞാൻ മലയാള അധ്യാപക വിദ്യാർത്ഥിയാണ്. മലയാളത്തെ സംബന്ധിച്ച് നമ്മളുടെ പ്രാചീന സാഹിത്യ മാതൃകകൾ അത് എല്ലാം മതപരമാണ്. മലയാളത്തിലെ ആദ്യത്തെ കവിതയായിട്ടുള്ള രാമചരിതം മുതൽ തിരുനെല്ലി മാല, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, അങ്ങനെ ഒരുപാട് കൃതികൾ ഒട്ടുമിക്കതും മതപരമായിട്ടുള്ള കാവ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സാഹിത്യം പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഇതൊക്കെ സാഹിത്യമാണ് എന്നുള്ള ധാരണയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും ആ സാഹിത്യം മറ്റു സാഹിത്യ കൃതികളെ പോലെ, ഇപ്പോൾ ഒലിവർ ട്വിസ്റ്റ് വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ പാവങ്ങൾ വായിക്കുന്നത് പോലെ ലക്ഷ്മണ സാന്ത്വനം വായിക്കാനും കൃഷ്ണഗാഥ വായിക്കാനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് വേണ്ടത്. അതായത് ഭക്തിയോടെ കൃഷ്ണഗാഥ വായിക്കുന്നതും ഒരു സാഹിത്യകൃതിയായിട്ട് കൃഷ്ണഗാഥ വായിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സാഹിത്യകൃതിയായിട്ടുള്ള സമീപനമാണ് നമ്മളുടെ ക്ലാസ് റൂമുകളിൽ സാധിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ അധ്യാപകരിൽ ബഹുഭൂരിഭാഗവും മതവിശ്വാസികളായതുകൊണ്ട് അത് ഭക്തിയാദരപൂർവ്വമാണ് ക്ലാസ്സിൽ ചൊല്ലുന്നതും വ്യാഖ്യാനിക്കുന്നതും. ക്ലാസ്സിൽ വ്യാഖ്യാനിക്കുന്നത് വളരെ ദയനീയം, പല സാഹചര്യങ്ങളിലും ദയനീയമായിട്ട് തോന്നും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് പരിണാമ പഠനത്തിൻ്റെയാണ്. പരിണാമ പഠനം സാർ പറഞ്ഞ പോലെ കറക്റ്റാണ്. ഫാക്റ്റ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. എന്താണ് പരിണാമം, എന്താണ് അതിൻ്റെ അടിസ്ഥാന ധാരണ, ആ പരിണാമശാസ്ത്രത്തിൻ്റെ ബോധ്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് പകരം ചെയ്യുന്ന കാര്യം പരിണാമത്തിൻ്റെ ഫാക്റ്റ് മാത്രം പഠിപ്പിക്കലാണ്. കേരള സർക്കാരിൻ്റെ സിലബസിൽ ഇപ്പോൾ അതുണ്ട്. NCERT അത് എടുത്തു കളഞ്ഞ് 10 വരെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പരിണാമം പഠിക്കാതെ 10ാം ക്ലാസ് പാസ്സാവാന്നുള്ള അവസ്ഥ എത്തി. ടെക്സ്റ്റിൽ നിന്ന് പരിണാമം ഒഴിവാക്കി, +1 പഠിച്ചാൽ മതി, 10 വരെ ഇല്ല. അതേപോലെ പീരിയോഡിക് ടേബിൾ ഒഴിവാക്കി. നമ്മുടെ മതേതരത്വം, ഭരണഘടനയെ പറ്റിയുള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഒക്കെ ടെക്സ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കി. അത് മതബോധം അല്ലെങ്കിൽ മതരാഷ്ട്രീയം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും
ഏറ്റവും സജീവമായിട്ട് ഇടപെടുന്ന ഒരു സ്ഥലം ടെക്സ്റ്റ് ബുക്കാണ്. കാരണം അവർക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ തിരുത്തിയാൽ വിദ്യാർത്ഥികളെ പിള്ളേരെ മാറ്റിയെടുക്കുക, അവർക്ക് പറ്റുന്ന പരുവത്തിലോട്ട് അടുത്ത തലമുറനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ബോധ്യം ഈ മതനേതാക്കൾക്ക് അല്ലെങ്കിൽ മതരാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ട്. അവരതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആ രീതിയിലുള്ള ഇടപെടൽ ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പല നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ പ്രതിലോമകരമാണ്, വളരെ സമൂഹത്തെ പിന്നോട്ട് നടത്തുന്നതാണ്. പീരിയോഡിക് ടേബിൾ എടുത്തു കളഞ്ഞ് NCERT ബുക്കിൽ നിന്ന് അതിനവർ സൂചിപ്പിച്ച കാര്യം, പറഞ്ഞ വിശദീകരണം പഠനഭാരം കുറക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇവർ പഞ്ചഭൂത സിദ്ധാന്തം പറയാൻ പറ്റില്ല പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ. പീരിയോഡിക് ടേബിൾ ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് അടിസ്ഥാന മൂലകങ്ങളാണെന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഞ്ചഭൂത സിദ്ധാന്തം ഇവർക്ക് പറയാൻ പറ്റില്ല. പരിണാമ സിദ്ധാന്തം പഠിപ്പിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിവാദം ഇവർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവരുടെ ആശയങ്ങൾ വിദ്യാർത്ഥികളിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഇവർ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഇടപെടുന്നത് ടെക്സ്റ്റ് ബുക്കുകളിലാണ്. അത് വളരെ കാര്യമായിട്ട് പ്രതിരോധിക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്കതിൻ്റെ പ്രാഥമികമായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം പ്രോഗ്രാം. അതിനുവേണ്ടി ഞാൻ ഇവനോട് ചോദിക്കുന്നത് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ പരിണാമത്തിൻ്റെ ശാസ്ത്ര വിഷയങ്ങൾ ഒരു ശാസ്ത്ര വിഷയത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഒക്കെ നമ്മളുടെ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പലതും നമ്മുടെ പിന്നീട് വളരെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുത്താൻ പറ്റാത്തത്. അതിൻ്റെ പൊരുത്തപ്പെടാന്ന് പറഞ്ഞാൽ ആവശ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അതുമായിട്ട് ആവശ്യമുള്ള മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ആവശ്യമുള്ളത് പാഠഭാഗങ്ങളിലില്ല. ഉദാഹരണമായിട്ട് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പരിണാമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഡോക്ടർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പിയെന്നും അത് ഭരണഘടന രൂപീകരിക്കാനായിട്ട് നമുക്കിവിടെ ചില കമ്മിറ്റികളുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ 2-3 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് 1-2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉദ്ദേശിച്ചുള്ളതല്ലാതെ ഭരണഘടന അതിൻ്റെ താത്വികമായ രീതിയിലോ അതിൻ്റെ ഗൗരവത്തിലോ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അപ്പോൾ നമ്മൾ ഒരു പരിധിവരെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പച്ചയായി പറഞ്ഞാൽ നിരീശ്വരമാണ്. ഭരണഘടനയിൽ ദൈവത്തിനോ മതത്തിനോ വിശ്വാസത്തിനോ യാതൊരു പ്രാധാന്യമില്ല. പക്ഷേ എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി താലോലിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള തെറ്റായ നറേറ്റീവാണ് നമുക്കിവിടെ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന ശരിയായ രീതിയിൽ പഠിപ്പിക്കുകയും ഒരു സാമൂഹ്യ ബോധമുള്ള ശരിക്കും സെക്യുലറായിട്ടുള്ള ഒരു ചിന്താരീതി രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന രീതിയിൽ വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ടതാണ് എന്ന ഒരു പോയിന്റ്, ആ ഒരു കാര്യം തോന്നുന്നുണ്ടോ? ഭരണഘടന പറഞ്ഞേക്കാൾ മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അതായത് വിദ്യാഭ്യാസം നമ്മളിവിടെ കേരളത്തിൽ തുടങ്ങിയത്, അതായത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തുടങ്ങിയത് മിഷണറിമാരാണ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ് തുടങ്ങിയത്. അവരെന്തിനാണ് അത് തുടങ്ങിയതെന്ന് വെച്ചാൽ മതം വളർത്തുന്നതിന് വേണ്ടിയാണ്. അതായത് അവരുടെ മതം ഓരോ നാട്ടിൽ വളർത്തുന്നതിന് വേണ്ടി പ്രോപ്പറായിട്ട് അവർ എഴുത്തും വായനയാണ് ആദ്യം പഠിപ്പിച്ചത്. അതിനുശേഷമാണ് അവർ മതം വളർത്തി തുടങ്ങിയത്. ഇപ്പോൾ ഒരു മദ്രസയിൽ പോയപ്പോലും അവിടെ അറബി പഠിപ്പിച്ചിട്ടാണ് അവർ പഠിപ്പിച്ചു തുടങ്ങുന്നത്, അവരുടെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മത അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിൽ മതത്തിന് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. മതത്തിൽ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലും മതം വളരെയധികം കൈയടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി നിലകൊള്ളുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറഞ്ഞത് ക്വസ്റ്റ്യനായിട്ട് വെച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയായ രീതിയിൽ കുട്ടിയെ പഠിപ്പിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലറാണ്, മതവിരുദ്ധമാണ് എന്നുള്ള ബോധ്യം ഒരു കുട്ടിക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ മതവിശ്വാസം അതോടുകൂടി ഇല്ലാതാവും. പക്ഷേ എല്ലാ മതങ്ങൾക്കും തുല്യം പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള തെറ്റായ നറേറ്റീവാണ് കുട്ടി പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മതവിരുദ്ധമാണ് എന്നുള്ള കാര്യം ഭരണഘടന അതിൻ്റെ ശരിയായ മൂല്യത്തോടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. യെസ്, കോൺസ്റ്റിറ്റ്യൂഷൻ മതവിരുദ്ധമാണെന്ന് ഒരു പരിധിവരെ പറയാം. പക്ഷേ അത് പഠിച്ചുകൊണ്ട് മതവിശ്വാസം നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് പഠിക്കുന്നത് എൻ്റെ ഒരു 24-25 വയസ്സിലാണ്. പഠിക്കുന്നത് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് മൊത്തം വായിച്ച് നോക്കുന്നത്. അത് PSC പഠനത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങളോട് എനിക്ക് മനസ്സിലായത്.
ഈ മതസ്വാതന്ത്ര്യം അത് മതമുള്ളവർക്ക് മതപരമായിട്ട് ജീവിക്കാം, അതുപോലെ തന്നെ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കേണ്ട എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലായത് കുറച്ച് വയസ്സായതിന് ശേഷമാണ്. അപ്പോൾ ഇത് ചെറിയൊരു പ്രായത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. മതപഠനം വേണോ വേണ്ടയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാവും. അതുമാത്രമല്ല, ഒരുപാട് അവകാശങ്ങൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സംരക്ഷിക്കേണ്ടത്, അത് പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളൊരു ആർട്ടിക്കിളായിട്ട് പറയുന്നുണ്ട്. ശാസ്ത്രബോധം വളർത്തുക എന്നുള്ള ആർട്ടിക്കിളായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോരോ ആർട്ടിക്കിളായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ അത് വലിയ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടത് പഠിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ രാഷ്ട്രീയവും മതവും ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടായിരിക്കാം അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പേർക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർക്കും ഭരണഘടന അറിയില്ല എന്താണെന്നുള്ളത്. ആർട്ടിക്കിൾസ് ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത ഒരാൾക്ക് അവൻ ജീവിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കുള്ളൂ. ഓക്കെ, എങ്കിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇവനുള്ളത്, അല്ലേ? അതെ അതെ, ശരിയായ പരീക്ഷ ഉദ്ദേശമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ മതേതര രാജ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യ സാങ്കേതികമായിട്ട് മതേതരമാണ്, ടെക്നിക്കലായിട്ട്, പക്ഷേ സാംസ്കാരികമായിട്ട് മതേതരമല്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊരു മതേതര സംസ്കാരം ഉണ്ടായിട്ടില്ല. അതുണ്ടാകണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മതം എന്താണ്, വിശ്വാസം എന്താണ്, ഇത് മനുഷ്യന് ആവശ്യമുള്ളതാണോ? കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ 3 വർഷത്തോളം സമയമെടുത്തിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തിയത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഇന്ത്യൻ പൗരൻ്റെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെയുള്ള എല്ലാ അവകാശങ്ങളും, അവൻ്റെ ജീവിത സാഹചര്യത്തിന് ഏതൊക്കെ രീതിയിലാണ് ഒരു മനുഷ്യന് ജീവിക്കേണ്ടത്, എല്ലാം അതിനകത്തുണ്ട്. അവിടെ മതത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ആർട്ടിക്കിൾ 25 അതുമായിട്ട് ഇങ്ങോട്ട് വരുന്നിടത്താണ് മതസ്വാതന്ത്ര്യം പറയുന്നത്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും സോഷ്യൽ ഓർഡറിന് വിഘാതമാകാതെയാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനത്തിൽ കൂടിയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ കുറേ എടുത്ത് മാറ്റണം. ഗണിതശാസ്ത്രത്തിലൊക്കെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പിൽക്കാലത്ത് ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെടുത്ത് മാറ്റിയിട്ട് ഭരണഘടന മുഴുവൻ പഠിപ്പിക്കണം കുട്ടികളെ, എന്നിട്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ശരിയായ രീതിയിലുള്ള ഒരു മാനവിക ബോധത്തോടെ ഒരു കുട്ടി വളർന്നു വരുന്നതാണ് ഉണ്ടാകുന്ന എൻ്റെ അഭിപ്രായം. ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇത്. അത് കഴിഞ്ഞ് 1-2 ചോദ്യങ്ങളിലേക്കൊക്കെ പോകാം. ഇപ്പോൾ ആരോമലിനോട് പറയുകയാണെങ്കിൽ, ഈ അടുത്ത സമയത്ത് ഞങ്ങൾ പഠനകേന്ദ്രത്തിൽ തന്നെ ഒരു വിഷയം ചർച്ച ചെയ്തതാണ് മതപ്രീണനം. അതായത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഞങ്ങളതിൻ്റെ തെരഞ്ഞെടുപ്പ് മതപ്രീണനത്തിൻ്റെ പൂക്കാലം എന്നൊക്കെയാണ് പറഞ്ഞത്. ഓരോ വിഷയം വരുമ്പോഴും മതങ്ങളെ പ്രീണിപ്പിക്കുന്ന, നമ്മൾ അയ്യപ്പ സംഗമം കണ്ടു, അത് കഴിഞ്ഞ് ആ ഹിജാബിൻ്റെ വിഷയം കണ്ടു. തൊട്ടപ്പൊള്ളുന്ന വിഷയം വരുമ്പോൾ ഈ പറഞ്ഞ മുനമ്പം വിഷയം, മതം എവിടെയുണ്ടോ ആ ഭാഗത്ത് വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ കൈ പൊള്ളുന്ന പോലെ അവരുടെ കൈ വിറയ്ക്കും. അഭിപ്രായം പറയാൻ വളരെ പ്രയാസമാണ് അവർക്ക്. ഇനി അഭിപ്രായം പറയുന്നെങ്കിൽ തന്നെ എങ്ങും തൊടാതെയുള്ള അഭിപ്രായം പറയലാണ്. അപ്പോൾ ഈ മതപ്രീണനം എന്ന് പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ മതപ്രീണനം എത്രത്തോളം അപകടകരമാണ് എന്നാണ് ഒരു വളർന്നു വരുന്ന ഒരു യുവതലമുറയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ആരോമലിന് തോന്നുന്നത്. ഇത് ഞാനൊരു ദിവസം ഇതുവരെ നവീൻ ചേട്ടനെ വിളിച്ചിട്ട് ഈ ഒരു കൺസേൺ ഞാൻ പറഞ്ഞിരുന്നു. അതായത് സൊസൈറ്റി ഭയങ്കരമായിട്ട് പോളറൈസ് ആവാനായിട്ട് തോന്നി, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ടൈമിലും അതിന് മുമ്പുള്ള സമയത്തും. ഇത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള രീതിയിലുള്ളൊരു ഹെയ്റ്റ്, വിഭാഗീയത വളർന്നു തന്നെയായിട്ട് ശരിക്കും തോന്നിയായിരുന്നു. അതെനിക്ക് മാത്രമാണ് തോന്നിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നവീൻ ചേട്ടനോടും ചോദിച്ചത്. നവീൻ ചേട്ടൻ അതിനെ ഒന്ന് സമാധാനപ്പെടുത്തി വിട്ട് ആ ടൈമിൽ. എനിക്കിത് തന്നെ ആലോചിച്ചിട്ട് കുറച്ചിങ്ങനെ പാരനോടായിപ്പോയി. അപ്പോൾ പറഞ്ഞ ശരിയാണ്, ഈ ഒരു പ്രശ്നം ശരിക്കുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് സഞ്ചാരം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ റുവാണ്ടനെ പറ്റിയിട്ട്, അതെനിക്ക് എവിൻ സാറെ സജസ്റ്റ് ചെയ്താൽ, റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്തിനെ പറ്റിയിട്ടൊരു എപ്പിസോഡ് വന്നിട്ടുണ്ടായി. അവിടെ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും പോലെ അവിടെയുള്ള 2 വിഭാഗക്കാർ തമ്മിൽ ഈ മതസ്പർദ്ധ വലുതായി കലാപോയി കഴിഞ്ഞിട്ട് ഒരു 100ഓളം ദിവസം നീണ്ടുന്ന കലാപത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. ആ ഒരു തലമുറ അതിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു 30 വർഷം
ഒരു 1999 തൊട്ട് 2019 വരെയുള്ള വർഷത്തിൽ ആ രാജ്യത്ത് 119% അവരുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വലുതായത്. അത് അതുവരെ അവരുടെ എനർജി മൊത്തം പൊക്കൊണ്ടിരുന്നത് ഈ തല്ലുപിടുത്തത്തിന് വേണ്ടിയിട്ടും ആരാണ് വലുതെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും ആരുടെ വിശ്വാസമാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇരുന്ന് ഇവർ ഈ ഒരു കലാപം നടന്ന് ഈ ഒരു റിയലൈസേഷൻ ഏറ്റവും അവസാനത്തെ തട്ടിലുള്ള ജനങ്ങളിലോട്ട് വരെ കടന്നു ചെല്ലുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച് അതിൻ്റെ ദുരിതങ്ങൾ അവർ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ എനർജി മൊത്തം വികസനത്തിലോട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ആ ഒരു റിയലൈസേഷൻ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. അത് ചരിത്രമൊക്കെ നമ്മൾ പഠിക്കും, പക്ഷെ നമ്മൾ പഠിക്കണത് വെറും ഡേറ്റുകളും മാസങ്ങളും കുറച്ച് കാര്യങ്ങളും മാത്രമാണ്. അത് കൂടാതെ ഈ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ടതെന്ന് കുട്ടികളെ ഉൾക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു നല്ല മാറ്റം നമ്മുടെ നാട്ടിലും പ്രതീക്ഷിക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നടക്കുന്നത്. ബംഗ്ലാദേശിൽ എന്ന് പറയുന്നത് ഈ കലാപത്തിൻ്റെ ആസൂത്രകരും അതിൻ്റെ തെരുവിലിറങ്ങുന്ന യുവാക്കളാണ്. അവിടുത്തെ യുവാക്കളാണ്, സ്റ്റുഡൻസ് അജിറ്റേഷനാണത്, മനസ്സിലായോ? ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെയാണ് ജീവനോടെ തീ കൊളുത്തിയത്. അതിന് മുമ്പ് വെടിവെച്ച് വന്നു വേറൊരു, അത് ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ലീഡറാണ്, ഹാദിന്നോ മറ്റോ പറഞ്ഞിട്ട്, അതും ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇന്നലെ മെനിഞ്ഞാന്ന് അവർ കത്തിച്ചത് വളരെ 25 വയസ്സോ മറ്റോ പ്രായമുള്ള ഒരു പയ്യനെയാണ്. പക്ഷേ ഈ കത്തിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഈ ചെറുപ്പക്കാർ തന്നെയാണ്. കാരണം ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യമൊക്കെ പേരിനുണ്ട്, അവിടെ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മതം എത്രത്തോളം ജനാധിപത്യത്തെയും മാനവികതയെയും കാർന്ന് തിന്നു എന്നുള്ളതിൻ്റെ അല്ലെ പുതുതലമുറ ഇതുപോലെ ഒരുപക്ഷെ ഈ വേദിയിലിരുന്ന് നിങ്ങൾ ഇന്ന് സംസാരിച്ചതുപോലെ സംസാരിക്കാൻ ബംഗ്ലാദേശ് പോലെ പാകിസ്ഥാൻ പോലെ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് പറ്റില്ല. അപ്പോൾ ഈ മതം എത്രത്തോളം സമൂഹത്തിൽ അപകടകരമായി പോകുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കാണുന്നത്, ആ രാജ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മാറ്റം വന്നില്ലെങ്കിൽ മറ്റ് പല രീതിയിലും വിദ്യാഭ്യാസം, നമ്മളിവിടെ സിലബസിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പഴയ നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറിവും അന്നത്തെ ചികിത്സാ രീതികളും അന്നത്തെ ഇവിടുത്തെ പ്രപഞ്ച സങ്കല്പമൊക്കെ പരോക്ഷമായിട്ട് കരിക്കുലത്തിൽ കയറ്റിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ പോയാൽ നമ്മൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഒരു വശത്തുണ്ടെങ്കിൽ പോലും കുറേ കാലം കഴിയുമ്പോൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊടുന്നില്ല. അവിടെയാണ് യുവാക്കളുടെ ഈ കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യകതയുടെ പ്രാധാന്യം അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം കൂടി ചോദിച്ചത്. നമ്മളിപ്പോൾ വളരെ ഉപരിപ്ലവമായിട്ട് കുറച്ച് ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായമാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറുപടി പറയാൻ ഈ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് കഴിയുന്നുണ്ട്. വളരെ വളരെ ഞാൻ പ്രതീക്ഷിക്കാത്ത, ഇത് വളരെ ഓഫ് ഹാൻഡ് ആയിട്ടുള്ള സംസാരമാണ്. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഒരു തുണ്ടുപേപ്പർ പോലും ഇല്ല. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ. ഞാൻ ഇന്നാണ് ഇവരെല്ലാം കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യം പറയുകയും ചെയ്ത്, ഒന്നും തയ്യാറായിട്ട് പറയരുത്, ഒന്നും പഠിച്ച് പറയണ്ട, മനസ്സിനുള്ളിൽ നിന്ന് എന്ത് വരുന്നു അത് പറയാമെന്നാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനാണ് ഇവരിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരുടെ ഒരു തിരിച്ചറിവും സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള ഇവർ ഓരോരുത്തരും ഓരോ 3 കുടുംബങ്ങളായിരിക്കാം, അവരുടെ സുഹൃത്ത് വലയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ മേഖല, തൊഴിൽ രംഗത്ത് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അധ്യാപകനായിട്ട് വരാൻ പോകുന്നയാളാണ് നവീൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ നിലനിർത്തുകയാണ്. ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങളിൽപ്പെട്ട ആളുകളും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഈ 2-3 ദശാബ്ദങ്ങൾക്ക് ശേഷം കേരളത്തിലും ഇന്ത്യയിലും നമുക്ക് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ അതൊന്ന് പൂർത്തിയാക്കുകയാണ്. ഇനി ഇവരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാം. സമയപരിമിതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇല്ല, ഇതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലുകളാണ്. നമ്മൾ അതുകൂടെ ആ ഒരു ആചാരം കൂടി അങ്ങ് ചെയ്താൽ എന്താ കുഴപ്പം, അത് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പരിക്കൊന്നും പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഓരോ യുക്തിവാദി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ്റെയും ഓരോ കാര്യം ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തിയും വാക്കും തമ്മിൽ ബന്ധം ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം ഉണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഘോരഘോരം ഓരോ കാര്യങ്ങൾ പറയുകയും ഇതിന് വിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്താൽ നമ്മൾ ആരോടെയാണോ ഈ കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അവർ തന്നെ നമുക്കൊരു വിലയും കൽപ്പിക്കില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ഒരു മുത്തശ്ശി, ഇപ്പം എൻ്റെ വീട്ടിലെ അമ്മയും മുത്തശ്ശിയും സഹോദരിയും ആണുള്ളത്.
മുത്തശ്ശി മരിച്ചു. മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിലപാട് വ്യക്തമാക്കിയ ഒരാളാണ്. ഈ ഫേസ്ബുക്കിൽ കൂടെ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും ഞാനൊരു യുക്തിവാദിയാണ്, അതായത് എൻ്റെ നാട് തിരുവനന്തപുരമാണ്, നാട്ടിലുള്ള എല്ലാവർക്കും യുക്തിവാദിയാണെന്നൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി മരിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യേണ്ട ആൾ ഞാനാണ്, വേറെ ആരുമില്ല. നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്ത് സ്ത്രീകൾ കർമ്മം ചെയ്യാറില്ല, അങ്ങനെ ഒരിതില്ല. ഞാൻ ആദ്യമേ വിളിച്ച് അവരോട് ഈ മരണം വിവരം അറിഞ്ഞപ്പോഴേ തന്നെ ഇതിൻ്റെ അവൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യില്ല, ഇത് സഹോദരി അവർ ചെയ്യട്ടെ, സഹോദരിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ സഹോദരി എൻ്റെ കൂടി പറഞ്ഞത് എന്തെന്നറിയാമോ, അത് നീ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് കണ്ണടച്ചാൽ പോരെ. ഞാൻ ഒരു 10 മിനിറ്റ് കണ്ണടച്ചാൽ മതിയല്ലോ, നീ അത് 10 മിനിറ്റ് ചെയ്യ്, അമ്മയുടെ ആഗ്രഹമല്ലേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതേ, ഞാൻ 10 മിനിറ്റ് കണ്ണടച്ചാൽ ഞാൻ ഇനി 10 യുഗം ഞാൻ ഇതിനെ ആലോചിച്ച് ഞാൻ ഇരിക്കേണ്ടി വരും. ഇതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഈ ചടങ്ങിൽ സഹോദരിയാണ് ചടങ്ങ് നടത്തിയത്, ചടങ്ങുകളെല്ലാം ചെയ്തു. അപ്പോഴെന്ന് ഞാൻ മാത്രമേ, ഇപ്പം ഷിബുചേട്ടൻ നേരത്തെ പറഞ്ഞ് ഇവരൊക്കെ വരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇത്രയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ നിൽക്കുമ്പോൾ അത് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ആ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോഴേ അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്, ആ പുള്ളിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എവിടെയോ പോയിട്ട് വിളിച്ചു ചോദിച്ചു, അജേഷ് അവിടെ എന്ത് ചടങ്ങിൽ പങ്കെടുത്തോ എന്ന് വിളിച്ചു ചോദിച്ചു വേറൊരു കൂട്ടുകാരൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ നിലപാട് എന്താണ്, അവൻ എന്ത് നിലപാടാണ് അവിടെ എടുത്തു എന്നുള്ളത് അവിടെ ആ നാട്ടിലൊരു ചർച്ചാ വിഷയമാണ്. നേരെ മറിച്ച് ഞാൻ അവിടെ ആ സാധനം എടുത്തെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കും, ഇവൻ ഈ പറയുന്നത് വേറൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. ഈ ഒരു ലെവലിൽ വരുമ്പം നമ്മൾ എന്താണോ സമൂഹത്തോടുകൂടി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് നമുക്ക് ശരിയായിട്ട് രീതിയിൽ നമുക്ക് സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നമ്മൾ നിലപാടിൽ മാറ്റിയ പരമാവധി ശ്രമിക്കുക. ഇപ്പം നാളെ ഒരു പറയുകയാണ്, നീ നാളെ പോയി കോവിലിൽ തൊഴുതില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകനെ വധിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പം പോയി തൊഴുതെന്നിരിക്കും. അത് നമ്മുടെ യുക്തിപരമായി. അങ്ങനെയല്ലാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ വീടിൻ്റെ ഹൗസ് വാമിങ് നടത്തി നാടമുറിച്ചാണ് കയറിയത്. നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നെങ്കിൽ വാപൊളിച്ച് നിൽക്കുകയാണ്, ഇതെന്ത് സംഭവം എന്ന്. മകൻ നാടമുറിച്ചിട്ടാണ് വീട് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ എല്ലാവരെയും വിളിച്ചത് ഹൗസ് വാമിങ് എന്നല്ല, വീട് ഉദ്ഘാടനത്തിന് വരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വിളിച്ചത് എല്ലാവരും വന്നു, പക്ഷെ അവരാരും പ്രതീക്ഷിച്ചില്ല നമ്മൾ അങ്ങനെ ഒരു നിലപാടിൽ എത്തി എന്നുള്ളതാണ്. നേരത്തെ ആരോമൽ പറഞ്ഞതുപോലെ സുധീഷ് ഏട്ടൻ്റെ കേസ് പറഞ്ഞു. സുധീഷ് ഏട്ടൻ നമ്മളെ യുക്തിവാദിയാണ്. നമ്മൾ ആൾക്കാരോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്, അല്ല നമ്മൾ യുക്തിവാദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് എനിക്കൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അതായത് തിരുവനന്തപുരം വീട്ടിലേക്ക് ഒരു നെറ്റ് കണക്ഷൻ വേണം. നെറ്റ് കണക്ഷന് വേണ്ടി ഞാൻ പഴയൊരു സുഹൃത്ത്, 15 വർഷമായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്, പഴയൊരു സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്. ചേട്ടാ ഞാൻ ഇങ്ങനെ അജേഷാണ്. മനസ്സിലായി? ഇല്ല, ഏത് അജേഷ്? ഇന്ന ആളുടെ അജേഷ്. പറ, ഒരു നെറ്റ് കണക്ഷൻ. നീ യുക്തിവാദിയല്ലേ? ഞാൻ പറഞ്ഞ് അതെ, നിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ വന്നാൽ അന്ന് നിനക്ക് 2 തേപ്പെന്ന്, അവിടെ തേപ്പെന്ന് പറഞ്ഞാൽ അടി എന്നാണ് അർത്ഥം. നിനക്ക് 2 അടി തന്നിട്ട് നിന്റെ ഒരു കാര്യം പറയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നിനക്ക് എങ്ങനെ തോന്നി ഈ ദൈവങ്ങളേക്ക് ഇങ്ങനെ ആക്ഷേപിക്കാൻ? നീ നമ്മൾ ഒരുമിച്ചല്ലേ കോവിലിൽ ഈ കൊലവാഴ കൊണ്ടുപോയതും ഒക്കെ, എന്നിട്ട് നീ ഇത്ര എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട്. എപ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ 2 കാര്യം പറഞ്ഞു. എനിക്ക് അടി തന്നതിന് കുഴപ്പമില്ല. ഒന്നുകിൽ ഈ അടി തന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, ഒന്ന് ചേട്ടന് ഗുണമുണ്ടാണ്, എനിക്ക് ഗുണമുണ്ടാകും. ഞാൻ നന്നായാൽ ഓക്കെ, പക്ഷെ ഞാൻ നന്നായില്ലെങ്കിൽ ചേട്ടൻ അതുകൊണ്ട് ഗുണവുമില്ല. ഇങ്ങനെ സംസാരിച്ച് അവസാനം പുള്ളിയായിട്ട് ഭയങ്കര സൗഹൃദമായി. അവസാനം എനിക്കൊരു സെറ്റപ്പ് ബോക്സ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലായി. അതായത് ഇത്തരത്തിലുള്ള നമ്മൾ നേരെ മറിച്ച് ഞാൻ ഇതൊന്നും അറിയാതെ ഈ പുള്ളിയുടെ മുന്നിൽ ചെത്തപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് അടി കിട്ടിയേനെ. അതായത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ കേൾക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും നമ്മളോടൊപ്പം നിൽക്കുകയുള്ളൂ. അപ്പോൾ യുക്തിവാദം എന്ന് പറയുന്ന ഒരു നിലപാടാണ്. നമ്മളെ നിലപാടിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് സമൂഹം കേൾക്കില്ല. നമ്മൾ വാക്കും പ്രവൃത്തിയും എപ്പോഴും പരമാവധി 99% നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻസിൽ കാർമ്മികത്വം വഹിക്കുന്നത് പുരോഹിതന്മാരാണ്, ഹിന്ദുക്കളിൽ മക്കളാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞോട്ട് മാറി നിന്നാലോ നീങ്ങുന്നാലോ അതിൽ എനിക്കൊരു വിഷയം വന്നില്ല. പക്ഷേ ഹിന്ദു ആചാരപ്രകാരം മാറി നിന്നാൽ അവർക്ക് അത് പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയത്. അല്ലാതെ നിലപാട് ഓക്കെ, ഓരോരുത്തരുടെ നിലപാട് വിഷയമില്ല. അല്ല എല്ലാത്തിലും അതെ. അല്ലാതെ ഇപ്പോൾ ഇല്ല, ബാക്കി കാർമ്മികത്വം വഹിക്കുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ്. അല്ല, ഇവനിപ്പോൾ വേറെ ഒരു പുതിയ വീട് വെക്കുകയാണെന്ന് കരുതുക. അവിടെ ഒരു വെഞ്ചരിക്കൽ പോലുള്ള ഒരു പരിപാടി വരുമ്പോൾ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കാൻ തന്നെ നോക്കുക. ഇനി അഥവാ വീട്ടിൽ മറ്റുള്ള ഫാമിലിയിൽ
ഞാൻ മാത്രമേ ഉള്ളൂ ഈ യുക്തിവാദം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ബാക്കി എല്ലാവരും അതായത് ദൈവവിശ്വാസത്തോട് പോകണമാണ്. എന്നെ സംബന്ധിച്ച് അവർ വെഞ്ചരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ പൂജിച്ചതുകൊണ്ടോ എനിക്കതൊരു വിഷയമുള്ള കാര്യം. അതെ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കണം, ആ പരിപാടിയിൽ നിന്ന് മാറി. വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അവിടെ വേണ്ടേ? അല്ലോ, ഞാനതല്ല പറഞ്ഞേ. ആ ചടങ്ങ് ഉദാഹരണമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂ, പ്രാർത്ഥിക്കുകയാണ്, വന്ന് പ്രാർത്ഥിക്കാതിരിക്കാണല്ലോ. അല്ല, ആ സമയത്ത് മാറി നിൽക്കാം. അങ്ങനെ ഞാനവിടെ കണ്ടിരുന്നാലും അവരൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ. അല്ലെ, ഞാൻ പറഞ്ഞത് ഒരു ഐഡന്റിറ്റി അവിടെ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ചെയ്തോളൂ. അതാണ് ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ ഈ മേശയുടെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, പല വിഭവങ്ങളും ഉണ്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ പാത്രത്തിൽ വിളമ്പണ്ട, നിങ്ങൾ കഴിച്ചോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. എനിക്ക് ഒരു 1-2 മെസ്സേജ് നോക്കാനുണ്ട്, ഞാൻ പുറത്ത് നിന്ന് നോക്കിയിട്ട് വരാം. ഫോണിൽ 1-2 കോൾസ് വരുന്നുണ്ട്, നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് മാറുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ്, അവരുടെ കാര്യം നടന്നു, നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളവിടെ ഉറപ്പിക്കുകയും ചെയ്തു. ആ ഒരു നിലപാട് അതായിരിക്കണം ഒരുപക്ഷെ അജേഷ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. വേറെ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി കൊണ്ടുവരണം എന്നൊരു വാദം പ്രബലമായിട്ടുണ്ട്. അത് എതിർക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം? മനുസ്മൃതിയൊക്കെ കത്തിച്ചളഞ്ഞ സംഗതിയാണ്. അത് ഇനി വേണമെന്ന് ആവശ്യമില്ല. അത് വലിയ ആവശ്യമില്ലാത്ത കാര്യമാണ്. അതൊക്കെ എത്രയോ വിമർശനങ്ങൾ നമ്മൾ അവഗണിച്ചാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇല്ലാതാകും. അപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയായിട്ടൊന്നും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ നടക്കില്ല. പക്ഷേ അത് വിദ്യാഭ്യാസത്തിൽ സിലബസിൽ അടിച്ചേൽപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ശക്തമായിട്ട് അതിനെ എതിർക്കേണ്ടി വരും. ആയിക്കോട്ടെ, യെസ്, ഈ ആയുഷ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു മിനിസ്ട്രി തന്നെ ഇവിടെയുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അതിനെയൊക്കെ നമുക്ക് ശക്തമായിട്ട് എതിർക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ വിശ്വസിക്കുന്ന അതിനെയൊക്കെ ആക്കാം. പക്ഷേ ഒരു ജീവിത രീതിയായിട്ട് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പുച്ഛിച്ച് തള്ളുക, അത് മാറ്റിയേക്കണം. എനിക്ക് എവിനോടാണ് സംസാരിക്കാനുള്ളത്. ഇവനിപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ചിന്ത എനിക്ക് വന്നത്. എൻ്റെ പിതാവും മാതാവും എൻ്റെ സഹോദരനും മരിച്ച സമയത്ത് ഞാനൊരു ക്രിസ്ത്യൻ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. 13, 14, 15 വയസ്സുകളിൽ തന്നെ നിരീശ്വരനാവുകയും ഇന്നും യുക്തിവാദിയായിട്ട് ജീവിക്കുകയും നിരീശ്വരനും ഈ പഠനകേന്ദ്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പിതാവും മാതാവും സഹോദരനും മരിച്ചതിന് ശേഷം 7 എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിൽ ഞാനും എൻ്റെ കുടുംബം വന്നിട്ടുണ്ട്, എൻ്റെ പാർട്ട്ണർ, മകൻ്റെ പാർട്ട്ണറൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. പക്ഷേ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ മറ്റ് ബന്ധുക്കളോ ആരും ഞങ്ങളെ ക്ഷണിച്ചില്ല. കാരണം ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ പ്രവർത്തനം അവർക്കറിയാവുന്നതുകൊണ്ട് അവർ അതിന് പ്രത്യേകിച്ച് നിർബന്ധിച്ചൊന്നുമില്ല. ഞങ്ങൾ പങ്കെടുത്തില്ല. ഞാനന്ന് ജോലിക്ക് പോയി. ഈ 7 എന്നൊക്കെ പറയുന്ന ആ ചടങ്ങുകളില്ലേ. പിന്നെ ഞാൻ പള്ളിയിൽ പോയില്ല. വീട്ടിൽ നിന്ന് ബോഡി എടുത്തു കഴിഞ്ഞിട്ട് പള്ളിയിലേക്കൊന്നും പോയില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രവർത്തിച്ചത്. കാരണം എൻ്റെ പരിസരത്തും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇത്രയും നാളുകൊണ്ട് ഞാൻ എൻ്റെ ശേഖരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തന രീതി അറിയാവുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം വിളിച്ചാലോചിച്ചുണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ജീവിക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാനവികത, യുക്തിവാദം ആശയം എന്ന് പറഞ്ഞാൽ മാനവികതയാണ് എൻ്റെ ഊന്നലാണ്. അതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞാൽ താങ്ക് യു. എൻ്റെ പേര് സുരേന്ദ്രൻ. ഈ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് KERൽ വല്ല നിർദ്ദേശങ്ങളുണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. വല്ല നിർദ്ദേശം വല്ലതും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ KERൽ അത്ര ഒരു വ്യവസ്ഥയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഗവൺമെൻറ് ശക്തമായിട്ട് ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥനാ പരിപാടി നിർത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ യുക്തിവാദിയായിട്ട് തന്നെ ജീവിച്ചു പോകുന്ന ആളാണ്. അവിടെ ഈ ലൈബ്രറി പ്രസ്ഥാനമായിട്ടൊക്കെ സഹകരിച്ച് പോകുന്നതാണ്. ഈ ലൈബ്രറിയിൽ ഇതുപോലെ പ്രാർത്ഥനാ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇരിക്കും, അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ പരിപാടികളിലും ഞാൻ ഇടപെടുകയും ചെയ്യുമെങ്കിലും യുക്തിവാദി എന്നുള്ള ലേബലിൽ തന്നെ എന്നെ തന്നെ അവിടെ സെക്രട്ടറി ആക്കണം എന്നാണ് പറയുന്നത്. ഞാൻ യുക്തിവാദമാണ് അവിടെ പറയുന്നത്, ശക്തമായിട്ട് യുക്തിവാദം പറയും. പക്ഷേ എന്നാലും ആ ആളുകളായിട്ട് സഹകരിച്ച് പോകുന്നതിൻ്റെ പേരിൽ യുക്തിവാദി ആയാലും ഇവിടെ വേണമെന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. അത് സാറേ, അതൊരു കാര്യം. KER പ്രകാരം അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ സ്കൂളുകൾ ഞാൻ പറഞ്ഞില്ലേ, മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്കൂളുകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്. അപ്പോൾ അതിൽ അവർ ഈശ്വര പ്രാർത്ഥന നടത്തിയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷം നടത്തിയെന്ന് പറഞ്ഞോ നമുക്ക് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല.
ഗവൺമെൻറ് സ്കൂളിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എതിർക്കാം. മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ എതിർക്കാൻ പറ്റില്ല. കേരളത്തിലെ മാനേജ്മെൻറ്റ് സ്കൂളുകളും, അതായത് നല്ല സ്കൂളുകൾ മുഴുവനും എന്താണ് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് സ്കൂളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നത് ഈ മാനേജ്മെൻറ്റ് സ്കൂളിലായതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ചടങ്ങുകളൊക്കെ ഉണ്ടാവും. ഈ അടുത്തിടെ ഉണ്ടായ ഹിജാബ് പ്രശ്നമൊക്കെ ഇതുപോലെ തന്നെ. അവർ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്, അവിടെ ഒരു ഹിജാബ് പ്രശ്നം വന്നു, അത് ധരിക്കരുതെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. വേറെ കോടതി വിധി വന്നിട്ടും അവർ എന്താണ് ആ കുട്ടി, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്കാണ് അതിൻ്റെ ഭാവിയിൽ ദോഷം ഉണ്ടാവുന്നത്. ആ ഒരു ചെറിയ പ്രായത്തിൽ ആ കുട്ടിയുടെ മനസ്സിൽ മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്ന് അവരാഘാതമുണ്ടായി. ഇനി ആ കുട്ടിക്ക് ഭാവിയിൽ അതൊരു ട്രോമയായിട്ട് തന്നെ നിൽക്കും. ഇത്തരം കാര്യങ്ങൾ ഒരു ചെറിയൊരു പേഴ്സണിൽ ഒതുങ്ങി പോകുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ മൊത്തമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരു വ്യക്തിയിലായി പോയപ്പോൾ ആ കുട്ടി ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കുറേ പരിമിതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും കൂട്ടിച്ചേർക്കാനില്ലല്ലോ. ഓക്കെ, വളരെ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുന്ന രീതിയിൽ പ്രത്യേക തയ്യാറെടുപ്പുകളില്ല. എങ്കിൽ തന്നെയും വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ ഡീപ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ചെറുപ്പക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള ഒരുപാട്, ഇവർ 3 പേരെ പോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരെയൊക്കെ ഈ വേദികളിൽ എത്തിക്കുകയും ഇതുപോലുള്ള വിഷയങ്ങൾ പറയുകയും അതിൽ കൂടെ അവരുടെ കുടുംബത്തേക്കും തൊഴിൽ സ്ഥലങ്ങളിലേക്കും അവർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്കും ഈ രീതിയിലുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു തലമുറ മുന്നോട്ട് വന്നാൽ നമുക്ക് കുറച്ച് വലിയൊരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ എന്തായാലും വളരെ നല്ല രീതിയിലൊരു ചർച്ച, വളരെ ചെറിയ ചർച്ച ഇത്രയും സജീവമാക്കിയതിന് 3 നമ്മുടെ യുവ പ്രതിനിധികളോടും ചർച്ച സജീവമാക്കിയ നിങ്ങളോടും എല്ലാം നന്ദി യുക്തിവാദ പഠനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും അറിയിക്കുന്നു. താങ്ക് യു.